ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകിയിട്ടുണ്ട്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് അവർ പിന്തുണ നൽകുന്നുണ്ട്. ഞങ്ങളത് സ്വീകരിക്കുന്നു. എന്താ തെറ്റ്? അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാക്കി കൊണ്ടുവന്ന് വർഗീയ വിരുദ്ധ നിലപാടിൻ്റെ കാപട്യം ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കും. അവരെ ആ വാദമൊന്നും അവർ ഇല്ല. അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോൾ ഉന്നയിക്കുന്നില്ല. അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട്. പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിനാണ്, UDFനാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ. അവരുടെ പ്രത്യേകത ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ RSSന്റെ ഹിന്ദു രാഷ്ട്രം പോലെ ഇസ്ലാമിക രാഷ്ട്ര സങ്കല്പം മുന്നോട്ട് വെക്കുന്ന ആ ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയ അജണ്ടകള് ശക്തമായി എതിർക്കേണ്ടതായിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിനകത്ത് അവരുടെ ധാരണയെ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഫാസിസ്റ്റ് രീതി ഈ വിഭാഗം പ്രയോഗിക്കുകയാണ്. ഇതിന്റെ വേറൊരാപത്ത് എന്താ? മുസ്ലിം വിഭാഗത്തെ പൊതുസമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവരിപ്പോ ഒരു മുഖംമൂടി ഇട്ടുകൊണ്ട് വരുന്നുണ്ട്, വെൽഫെയർ പാർട്ടി. ഉദ്ദേശം തങ്ങളുടെ അജണ്ട നടപ്പാക്കൽ തന്നെയാണ്. തീവ്രവാദം എത്ര വലിയ ആപത്തുളവാക്കുന്നു എന്നുള്ളതാണ് മിനിയാന്നത്തെ കോടതി വിധി വെളിവാക്കുന്നത്. ഈ പറയുന്ന വിഭാഗത്തെ പോലുള്ളവരുടെ പ്രവർത്തനം എവിടം വരെയാണ് എത്തിക്കുന്നത്? ഒരു കൂട്ടം ആളുകളെ വഴിപഴപ്പിക്കാൻ തയ്യാറാകുന്നു. സമുദായം അതീവ ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വിഭാഗങ്ങളെ തീർത്തും ഒറ്റപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഒരു ഉപതെരഞ്ഞെടുപ്പിനെ കേരളം ഒന്നാകെ ആവേശത്തോടെ ഏറ്റെടുത്ത ദിവസങ്ങൾ. പോളിംഗ് ബൂത്തിലേക്ക് 3 ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോഴും UDFന്റെ വർഗീയ കൂട്ടുകെട്ട് തന്നെ മണ്ഡലത്തിൽ സജീവ ചർച്ച. ദിവസങ്ങൾ നീണ്ട പ്രചാരണത്തിൽ വിവാദ വിഷയങ്ങളിലെ പ്രതികരണത്തിനായി UDF സ്ഥാനാർത്ഥിയെ മാധ്യമങ്ങൾക്ക് മുൻപിൽ കണ്ടത് ഒരേ ഒരു തവണ. അതാകട്ടെ കുഴിച്ചുകുടിയിൽ സ്വയം ചാടുക മാത്രമല്ല, കോൺഗ്രസിനെ ഒന്നാകെ തള്ളിമറിച്ചിടുകയും ചെയ്തു. പിന്നീട് ഇന്ന് വരെ രാഷ്ട്രീയമേ സംസാരിക്കാത്ത UDF സ്ഥാനാർത്ഥിയും അന്താരാഷ്ട്ര വിഷയങ്ങളിൽ വരെ തെളിമയുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള LDF സ്ഥാനാർത്ഥിയും. എന്ത് ചോദിച്ചാലും പാർട്ടി അഭിപ്രായം പറയുമെന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ സൈഡാക്കി മീഡിയ മാനിയെ തലയ്ക്ക് പിടിച്ച മറ്റു ചിലർ കഴിഞ്ഞ രാത്രി വരെ കളിച്ചു നിലവാരം തകർന്ന ചില രാഷ്ട്രീയ നാടകങ്ങൾ. ഇനി അറിയേണ്ടത് ഇതിനെയൊക്കെയും നിലമ്പൂർ എങ്ങനെ വിലയിരുത്തി എന്നാണ്. ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു. 3 നാൾ മാത്രം ശേഷിക്കെ നിലമ്പൂരിന്റെ മനസ്സിൽ എന്താണ്? ഇന്നീ ചർച്ചയിൽ അതിഥികളായി ചേരുന്നവർ: അഡ്വക്കേറ്റ് K അനിൽകുമാർ CPIM-ൽ നിന്നും, അഡ്വക്കേറ്റ് വസന്ത് സിറിയക് കോൺഗ്രസ് നേതാവ്, അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ ഇടത് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ്. ആദ്യം അഡ്വക്കേറ്റ് K അനിൽകുമാർ. ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ്. അത്തരം വിഷയങ്ങളിലേക്ക് വിശദമായി നമുക്ക് വരാം. പക്ഷെ ആമുഖമായി ചോദിക്കട്ടെ, മുഖ്യമന്ത്രി 7 പഞ്ചായത്തുകളിലും ഉണ്ടായിരുന്നു പൊതുയോഗങ്ങളിലായി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ നിന്നും ഇന്നിപ്പോൾ ഇതാ 3 ദിവസം മാത്രം ശേഷിക്കെയുള്ള പ്രചാരണത്തിന്റെ ദിവസങ്ങളിൽ, അവസാന ദിവസങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ എന്തുമാത്രം ആത്മവിശ്വാസം ഇടതുമുന്നണിക്ക് ആദ്യ ദിവസത്തേതിൽ നിന്നും വർദ്ധിച്ചിട്ടുണ്ട്? വിജയം ഉറപ്പ് എന്ന് പറയുന്നതിന്റെ ആത്മവിശ്വാസത്തിന് പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രംഗം വരുന്ന ഒരു ഘട്ടത്തിൽ വളരെ ഗുണകരമായൊരു സാഹചര്യമുണ്ടായി. യഥാർത്ഥത്തിൽ പോളിംഗ് അപ്രതീക്ഷിതമായിരുന്നു. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നീണ്ടുപോയപ്പോൾ അതിർത്തിയിലുണ്ടായ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുമോ എന്നൊരാശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ LDFനെ സംബന്ധിച്ചിടത്തോളം മന്ത്രിസഭാ വാർഷികം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടൊരു ഘട്ടമായി. ഏതാണ്ട് 1 മാസക്കാലം നീണ്ടുനിന്ന മുഖ്യമന്ത്രിയുടെ ജില്ലാതല യോഗങ്ങൾ, പ്രത്യേക വിഭാഗങ്ങളുടെ യോഗങ്ങൾ, അതേപോലെ തന്നെ ഓരോ ജില്ലകളിലും നടന്ന LDFൻ്റെ 13 ജില്ലാതല റാലികൾ, ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ഉദ്ഘാടനങ്ങൾ, വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനം അടക്കം, ഇതാകെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലാകെ 9 കൊല്ലം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടിയെടുത്തിട്ടുള്ള ഉജ്ജ്വലമായ അനുപമമായ വികസന നേട്ടങ്ങളെക്കുറിച്ച് നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ബോധ്യം വികസിച്ചൊരു കാലത്താണ് നിലമ്പൂരിലേക്ക് പെട്ടെന്ന് വോട്ടെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടത്. രണ്ടാമത്തത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ഏതെങ്കിലും തരത്തിൽ സാധാരണഗതിയിൽ നിർമ്മിച്ചു വെക്കുന്ന ഒരു വ്യാജങ്ങളുടെ മേലെയുള്ള ഒരു ബോധനിർമ്മിതിയുണ്ട്, പ്രതീതി നിർമ്മിതിയുണ്ട്. ആ പ്രതീതി നിർമ്മിതിക്ക് ഉപയോഗിക്കപ്പെട്ട എല്ലാ ഘടകങ്ങളും പൊള്ളയാണ്, തെറ്റാണ്, കളവാണ് എന്ന് അതിൻ്റെ എല്ലാം നിയമപരിശോധനയിലും വസ്തുതാപരമായ പരിശോധനയിലും ബോധ്യപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരഴിമതി ആരോപണവും പ്രതിപക്ഷം കേരളത്തിലെ LDF സർക്കാരിനെതിരെ ഉയർത്താത്തൊരു തെരഞ്ഞെടുപ്പാണിത്.
9 വർഷം ഭരിച്ചിട്ടുള്ള ഒരു ഗവൺമെൻറ്റിനെതിരായി ഒരഴിമതി ആരോപണവും ഈ തെരഞ്ഞെടുപ്പിൻ്റെ മണ്ഡലത്തിലില്ല. അവരുന്നയിച്ച ആരോപണങ്ങളൊക്കെ പൊളിഞ്ഞു എന്ന് മാത്രമല്ല, നുണയായിരുന്നു എന്ന് മാത്രമല്ല, ഇപ്പോഴും കെട്ടുകഥകളുടെ മേൽക്ക് നിൽക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല. ഹൈക്കോടതിയിൽ പ്രതിപക്ഷ നേതാവ് കൊടുത്ത കേസുകൾ പരാജയപ്പെട്ട പശ്ചാത്തലത്തിലാണിത്. മൂന്നാമത്തത്, ഇവിടെ ഒരു MLA ഉണ്ടായിരുന്നയാൾ LDF സഹോദരനായിരുന്നു. അദ്ദേഹം രാജിവെച്ചിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും അദ്ദേഹത്തിൻ്റെ നിലപാട് ദുർബലമാവുകയും ഇടതുപക്ഷത്തിനെതിരെ സർക്കാരിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ കളവാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. നാലാമത്തത്, ഈ MLA നാട്ടിലുണ്ടായിരുന്നില്ല, ഇദ്ദേഹം ആഫ്രിക്കയിലായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തിന് MLA നിലയ്ക്ക് സേവനങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് UDFൻ്റെ വാദം. എന്നാൽ മണ്ഡലത്തിലെ വികസനം നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 2200 കോടിയിലേറെ രൂപയുടെ വികസനം 9 വർഷക്കാലം കൊണ്ട് പൂർത്തിയാക്കിയത് മാത്രമല്ല, 600 കോടി രൂപയുടെ പുതിയ വികസന പദ്ധതികൾ നിലമ്പൂർ ബൈപ്പാസ് ഉൾപ്പെടെ അനുവദിക്കപ്പെട്ട പുതിയ കാലം. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന LDFൻ്റെ ഭരണം, തൊട്ടതെല്ലാം പിഴച്ച UDFൻ്റെ ക്യാമ്പയിൻ. അതാണ് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാൻ കഴിയുന്നത്. ആരാണ് സ്ഥാനാർത്ഥി, LDFൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പരിഹാസം നിറഞ്ഞ പ്രചരണം ആരംഭിച്ചത് മുതൽ അവസാനം തെരഞ്ഞെടുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സാധാരണ പരിശോധന എല്ലാവരിലും നടത്തിയപ്പോൾ മന്ത്രിമാരും അതുപോലെ തന്നെ UDFൻ്റെ MPമാരും മറ്റ് നേതാക്കന്മാരും എല്ലാം അതിനോട് സഹകരിച്ചപ്പോൾ UDFലെ 2 വിദ്വാൻമാർ അവരുടെ നവമാധ്യമങ്ങളിലെ അവരുടെ പ്രത്യേക രീതികൾ ഉപയോഗിച്ചും നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുള്ള അവരുടേതായ രീതികൾ സമൂഹത്തിന് മുന്നിൽ അവരെ തന്നെ തുറന്നു കാട്ടുകയുണ്ടായി. ഏറ്റവും അവസാനമാണ് എന്തെങ്കിലും ഒരു രക്ഷ നേടാൻ ജമാഅത്തെ ഇസ്ലാമി അവരുടെ ബന്ധം ഉപയോഗിക്കുമോ എന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ പരിശോധന നടന്നത്. അതിൽ പ്രതിപക്ഷ നേതാവ് ഒറ്റപ്പെട്ടു. എങ്ങനെയാണ് ഒറ്റപ്പെട്ടത്? പ്രതിപക്ഷ നേതാവ് ഒറ്റപ്പെട്ടത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം അവസാനിപ്പിച്ചു എന്നുള്ള പ്രസ്താവനയിലാണ്. ആ പ്രസ്താവന ആവർത്തിക്കാൻ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുന്നു. ആ പ്രസ്താവനയെ ശരിവെക്കാൻ KPC പ്രസിഡന്റിനെ ഞാൻ വെല്ലുവിളിക്കുന്നു. ആ പ്രസ്താവനയോട് പ്രതികരിക്കാൻ UDFലെ ഏതെങ്കിലും ഒരു നേതാക്കന്മാരെ വെല്ലുവിളിക്കുന്നു. കുഞ്ഞാലിക്കുട്ടിയെ വെല്ലുവിളിക്കുന്നു. പ്രതിപക്ഷ നേതാവിനെ പിന്തുണച്ചുകൊണ്ട് ഒരു നേതാവ് പോലും വാക്ക് പറഞ്ഞില്ല. അതിനർത്ഥം എന്താണ്? ഒത്തീർപ്പുണ്ടാക്കിയത് പ്രതിപക്ഷ നേതാവാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് 5ാമത്തെ മന്ത്രിയോ 6ാമത്തെ മന്ത്രിയോ ഒക്കെ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് പിൻവാതിൽ കരാറുണ്ടാക്കിയത് യഥാർത്ഥത്തിൽ പലരെയും മറികടന്ന് പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്കാണ്. അതിനെ പിന്തുണയ്ക്കാൻ AICC തയ്യാറല്ല, അതിനെ പിന്തുണയ്ക്കാൻ UDFലെ ഘടകകക്ഷികൾ തയ്യാറല്ല. ആ ജമാഅത്തെ ഇസ്ലാമി ബന്ധം UDFന് ഭാരമായിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് നിറഞ്ഞ ആത്മവിശ്വാസത്തോടെ സ്വരാജ് എന്ന പേരിലൂടെ ഈ മണ്ഡലത്തിലുണ്ടാക്കിയ മേൽക്കൈ രാഷ്ട്രീയ മേൽക്കൈയായി മാറുന്നു എന്നുള്ളതാണ് ഇന്ന് ഈ നിലമ്പൂർ കാണുന്ന രാഷ്ട്രീയ ചിത്രം. ശരി, ഞാൻ മടങ്ങി വരാം. അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക് രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് നമുക്ക് വരാം. വസന്ത, ഞാൻ ആദ്യം അഡ്വക്കേറ്റ് അനിൽകുമാറിനോടും ചോദിക്കാൻ ശ്രമിച്ചത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ നിന്ന് ഇത്ര ദിവസത്തെ ഒരു പ്രചാരണം മുന്നോട്ട് പോയ ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഇനിയിപ്പോൾ 2 ദിവസം മാത്രം പരസ്യ പ്രചാരണം, 3-ാം ദിവസം കൊട്ടിക്കലാശം, അത് മറ്റൊരു രീതിയിലേക്ക് മാറും. അന്നത്തെ ദിവസത്തെ പ്രചാരണം നമുക്കറിയാം. അപ്പോൾ ഇത്ര ദിവസത്തെ പ്രചാരണത്തിൽ എന്ത് ആത്മവിശ്വാസം മണ്ഡലത്തിൽ UDFന് വന്നിട്ടുണ്ട്? LDFന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നല്ലോ. അപ്പോൾ 9 വർഷത്തിനിപ്പുറം മറ്റൊരു തെരഞ്ഞെടുപ്പിനെ ആ മണ്ഡലം നേരിടുമ്പോൾ UDFന് എത്രമാത്രം ആത്മവിശ്വാസം അവിടെയുണ്ട്? വസന്ത, ശരി, ഞാൻ വസന്തിലേക്ക് വരാം. ഞാൻ അഡ്വക്കേറ്റ് N. ലാൽകുമാറിലേക്ക് കൂടി പോകുകയാണ്. അഡ്വക്കേറ്റ് N. ലാൽകുമാർ, അങ്ങേക്ക് ഓർമ്മയുണ്ടാകും, ഒരുപക്ഷേ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ദിവസം നമ്മൾ ഒരുമിച്ച് ചർച്ചയിലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ താങ്കളോട് ചോദിച്ചിരുന്നു, ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ട ഉപതെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി അല്പം കൂടി രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒന്നായി നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് മാറും എന്നുള്ള പ്രതീക്ഷയുണ്ടോ എന്നുള്ളത്. അന്ന് നമുക്ക് ചില ഊഹാപോഹങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, എന്തൊക്കെ വിഷയം ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരും എന്നത് സംബന്ധിച്ച്. ഇപ്പോൾ നോക്കൂ, ഏതാണ്ടൊരു പിക്ചറിൽ ഒരു ക്ലാരിറ്റി ഉണ്ട്. എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ ഈ ദിവസത്തെ പ്രചാരണങ്ങൾ? അന്ന് അസിത എന്നോട് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞ മറുപടി, സോഫാർ ഒരു പൊളിറ്റിക്കൽ കോൺടെസ്റ്റ് ആണെങ്കിലും UDFന് ഇത് വർഗീയതയിലേക്ക് കൊണ്ട് മുട്ടിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞു. ആ നിലപാടാണ് ഞാൻ പറഞ്ഞ നിലപാടിന് ഇൻലൈനായിട്ടാണ് യഥാർത്ഥത്തിൽ പിന്നീട് ജമാഅത്തെ ഇസ്ലാമിയുടെ സപ്പോർട്ട് പബ്ലിക്കലി കോൺഗ്രസ് പാർട്ടിക്ക് വന്നത്. നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിയുടെ സപ്പോർട്ട് പബ്ലിക്കായിട്ട് കോൺഗ്രസിന് കൊടുക്കുന്നു.
അത് വാങ്ങിക്കുന്നതിൽ പ്രതിപക്ഷ നേതാവിന് മടിയില്ലാത്ത അവസ്ഥ വരുന്നു. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയെ പ്രൈസ് ചെയ്യുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ പൊസിഷൻ അവർക്കൊരു ദേ ഗോട്ട് എ ലാർജർ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ഇസ്ന്റ് ഇറ്റ്. ആ ലാർജർ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് യഥാർത്ഥത്തിൽ മാറി എന്ന് ജമാഅത്തെ ഇസ്ലാമി പറയാത്ത സ്ഥലത്ത് വി.ഡി. സതീശൻ പറയുന്നു എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. എൻ്റെ രാഷ്ട്രീയം മാറിയോ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ മറ്റൊരാൾ പറയുന്നു എൻ്റെ രാഷ്ട്രീയം പൂർണ്ണമായി മാറിയെന്ന്. ഈ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പൊസിഷനെ ഇൻ്റർപ്രറ്റ് ചെയ്തെടുത്തത് ആ രീതിയിലാണ്. എന്താണ് വി.ഡി. സതീശൻ ഉദ്ദേശിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് ഇന്ന് അവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ എം സ്വരാജ് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം രസകരമായി അത് ബ്രീഫ് ചെയ്തിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി അവരുടെ ഒരു രീതി, സ്ഥാനാർത്ഥികളെ സംസ്ഥാനത്ത് പലർക്കും സപ്പോർട്ട് അവർ ഓഫർ ചെയ്യും. ആ സപ്പോർട്ട് ഓഫർ ചെയ്യുമ്പം സംഭവിക്കുക എന്താ, നമ്മൾ ആദ്യം തന്നെ പറയും വർഗീയ കക്ഷിയുടെ ഒരു വോട്ടും വേണ്ട എന്ന് നമ്മൾ വ്യക്തമായി പറയും. ഇവർ ഓരോ സ്ഥാനാർത്ഥികൾക്കും സ്വാഭാവികമായി ഈ ഓരോ പഞ്ചായത്ത് അടങ്ങുന്ന സ്ഥലങ്ങളിൽ ഇവർ സപ്പോർട്ട് ഓഫർ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് മാറി യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന മൗദൂദി രാഷ്ട്രീയത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കിയ ശേഷം, ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഇപ്പോൾ CPIM എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിനാണ് ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ കോൺഗ്രസ് എങ്ങനെയാണ് നിലനിൽക്കുന്നത്? അവരുടെ ഒരു ഐഡിയോളജിക്കൽ ഫ്രെയിംവർക്കിന് ഒരു പൊളിറ്റിക്കൽ ആംസ് കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം, അല്ലേ? അങ്ങനെ നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ എന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന രാഷ്ട്രീയത്തെ യഥാർത്ഥത്തിൽ പ്രചരിപ്പിക്കാനും അത് സംസ്ഥാനത്ത് വ്യാപകമാക്കാനും അത് രാഷ്ട്രീയമായി കൊണ്ടുവരാനും ശ്രമിക്കുന്ന ആ കാലത്തിൽ വി.ഡി. സതീശൻ പറയുകയാണ് അവരുടെ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് വിട്ടുവെന്ന്. അത് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി വിശദീകരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാര്യം ആ വിഷയവുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണത്തിൻ്റെ ആവശ്യം ഈ സംസ്ഥാനത്തുണ്ട്. എന്തുകൊണ്ട്? കാര്യം ജമാഅത്തെ ഇസ്ലാമിയോ ഈ മുസ്ലിം ക്ലർജിയോ, പല മുസ്ലിം ക്ലർജിയും ഇതുമായിട്ട് കണക്റ്റഡ് ആണ്, അല്ലേ? അവർ ഒരിക്കലും ഒരു പൊസിഷൻ പറയുന്നില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം മാറിയെന്ന്. ഈവൻ ലീഗ് പറയുന്നില്ല. ശ്രദ്ധിച്ചു നോക്കൂ, ലീഗിന് ആ മണ്ണിൻ്റെ രാഷ്ട്രീയം ഇച്ചിരി വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് സഖാവ് അനിൽകുമാർ പറഞ്ഞ ആ വാദത്തിന് വലിയ പ്രസക്തി ഉണ്ടായി വരുന്നത്. അദ്ദേഹം പറഞ്ഞ എന്താണ്, ലീഗ് ഇത് പറയുന്നുണ്ടോ? ആ ചോദ്യം വളരെ പേർട്ടിനൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. വി.ഡി. സതീശൻ മാത്രമേ പറയുന്നുള്ളൂ. ഈ പറയുന്ന കോൺഗ്രസിനകത്ത് പോലും എല്ലാവരും ഇത് പറയുന്നില്ല. ഇതും പ്രസക്തമായ ഒരു കാര്യമാണ്. അപ്പോൾ ജമാഅത്തയുടെ കാര്യം ഇവർ പറയുന്നൊരു കാര്യമാണ്, ജമാഅത്തെ പണ്ട് LDFനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതല്ല ഇവിടുത്തെ പ്രശ്നം. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റായിട്ട് വരുന്നു, അവരൊരു പാർട്ടി ഉണ്ടാക്കുന്നു, വെൽഫെയർ പാർട്ടി എന്ന് വരുന്നു, ഗ്യാസ് കുറ്റി അടയാളത്തിൽ അവർ ഈ രാജ്യത്ത് മൊത്തം മത്സരിക്കുന്നു. ആ ഇക്വേഷൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. പണ്ട് സൈലൻ്റായിട്ട് നിന്ന് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, CPMനെ സപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. ആ ജമാഅത്തെ മതവർഗീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു മതരാഷ്ട്രവാദത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് ആ പ്രോജക്റ്റിനോട് ചേർന്ന് നിൽക്കാൻ എങ്ങനെ വി.ഡി. സതീശന് കഴിയുന്നു? നമ്മൾ കണ്ടതുപോലെ ഒരു വർഗീയ മുതലെടുപ്പ് ആ പോയിന്റിലേക്ക് എത്തി അവസാനം എന്നുള്ളതാണോ? ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ആ വർഗീയം അവർക്കത് ലോക്കലാക്കി നിർത്തുകയും വേണം. അത് എന്നെ കേൾക്കുന്ന നിലമ്പൂരിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വി.ഡി. സതീശൻ്റെ ലക്ഷ്യം എന്താ? ഒരു മുസ്ലിം പോളറൈസേഷൻ എന്ന് പറയുന്ന ഒരു ശ്രമം നടത്തുന്ന വഴി അത് ലിമിറ്റഡ് ആയിട്ട് ഇവിടെ നിൽക്കണം. എന്നുവെച്ചാൽ കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ജമാഅത്തയുടെ വെൽഫെയർ രാഷ്ട്രീയവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന വെൽഫെയർ പാർട്ടിയുമായിട്ട് UDF ചേരുമ്പോഴും അവർക്ക് ഒരു നാഷണൽ ലൈനിൽ അതിന് വലിയ പ്രൊപ്പഗാൻഡ ഉണ്ടാകാൻ പാടില്ല. കാര്യം ഞങ്ങൾ ചെറിയ രീതിയിൽ ഇവരുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനനുസരിച്ച് രാഷ്ട്രീയത്തിൽ നേട്ടം ഉണ്ടാക്കണം. ഈ പറയുന്ന ഈ എപ്പിസോഡ് ഒരു കാരണവശാലും രാഹുൽ ഗാന്ധിയും അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും അടങ്ങുന്ന നാഷണൽ പ്രോജക്റ്റിലേക്ക് വരുമ്പം അവരുടെ പൊളിറ്റിക്കൽ പൊസിഷൻ ഡൈല്യൂട്ട് ചെയ്യാൻ പാടില്ല. കാര്യം അവർ മറ്റേ BJP-കാർ എടുത്ത് കളിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. അപ്പം അവർക്ക് ഇതിൻ്റെ ലക്ഷ്യമെന്നാൽ വി.ഡി. സതീശൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ്റെ ലക്ഷ്യം മാത്രമായി അത് വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വളരെ ഓപ്പൺലി അത് കളിക്കുന്നത്. UDF-നകത്ത് പോലും വിഭിന്നമായ സ്വരം ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ദേ ഹാവ് സ്റ്റൈഫിൾഡ് ദ വോയിസ് ഓഫ് അതർ പീപ്പിൾ. കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഒന്നും ഒച്ചയില്ല. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളൊരു മാധ്യമപ്രവർത്തകയല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയം കേൾക്കുന്ന ആൾക്കാർ നോക്കൂ. ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ നമ്മൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? പാണക്കാട് നിന്ന് ഒരാൾ വന്ന് വാർത്താ സമ്മേളനം നടത്തുന്നത് തന്നെ
വന്നില്ല എന്ന് പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പം അവിടെ കൃത്യമായ ഒരു പ്രശ്നമുണ്ട്. സതീശൻ്റെ അഗ്രഷനോട് എതിർപ്പുണ്ട്. അത് ജമാഅത്തയുടെ രാഷ്ട്രീയവും മുഖ്യമന്ത്രി പറയുന്ന രാഷ്ട്രീയത്തിനകത്ത് ശരിയുണ്ടെന്ന് UDF-നുള്ളിലുള്ള ആൾക്കാർ പോലും വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. ശരി ശരി, ഞാൻ വരാം. വസന്ത്, കേൾക്കാമോ? അഡ്വക്കേറ്റ് വസന്ത് സിറിയ, കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കാം. ശരി, പറയൂ. ഞാൻ വസന്തിനോട് ആദ്യഘട്ടത്തിൽ ചോദിക്കാൻ ശ്രമിച്ചിരുന്നു, അപ്പോൾ ചെറിയ തടസ്സം നേരിട്ടു. പറയൂ വസന്ത്. ഞാൻ ആദ്യമായി ചർച്ചയുടെ ആമുഖമായി ഞാൻ അറിയാൻ ശ്രമിക്കുന്നത് ഇത്ര ദിവസത്തെ പ്രചാരണത്തിൽ നിന്നും വസന്തിന്റെ രാഷ്ട്രീയ കക്ഷി കോൺഗ്രസും UDF-ഉം എന്ത് അഡ്വാൻറ്റേജ് ഉണ്ടാക്കി 3 ദിവസം മാത്രം ശേഷിക്കുക എന്നുള്ളതാണ് നിങ്ങൾ കരുതുന്നത്? എത്രമാത്രം ആത്മവിശ്വാസമുണ്ട് കോൺഗ്രസ് ക്യാമ്പുകളിൽ? ഒന്ന്, സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ ഇന്ന് ഇലക്ഷന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ദിവസം വരെ ക്ലിയർ എഡ്ജ് UDF-ന് അവിടെ ഉണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിന് വിവിധ കാരണങ്ങളുണ്ട്. ഒന്ന്, മുന്നേ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പലപ്പോഴും പല പടിവാതിക്കലും കയറി ഇറങ്ങി ഏറ്റവും ഒടുക്കം ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടി വന്ന 2 മുന്നണികൾ അവിടെ ഉണ്ട്. ഒന്ന് BJP-യും 2 CPM-ഉം. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇലക്ഷൻ പ്രഖ്യാപനം വന്നതിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തീകരിക്കാൻ സാധിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രചരണവുമായി മുമ്പോട്ട് പോയിരുന്നു. ഇലക്ഷൻ പ്രഖ്യാപനം വരുന്നതിനും മുമ്പ് അവിടുത്തെ ബൂത്ത് കമ്മിറ്റികൾ ഞങ്ങൾ പുനഃസംഘടിപ്പിച്ചു. അവിടെ ഭവന സന്ദർശനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. 2, സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ ഞങ്ങൾ അവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ജനവാസ മേഖലയിൽ അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യം തൊട്ട് KSUB ഇപ്പോൾ ഇതാ പുതിയ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കിക്കൊണ്ടുവരുന്ന ജനദ്രോഹ നയം തൊട്ട് ആശാവർക്കർമാരുടെ സമരം മുതൽ ഈ സർക്കാരിനെതിരായി ഈ സർക്കാർ ചെയ്തു കൂട്ടുന്ന ജനദ്രോഹ നടപടികളെല്ലാം തന്നെ അവിടെ സംവദിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന വിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. ഇനി എന്താണ് പ്രതീക്ഷ എന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ പ്രതീക്ഷ സ്വാഭാവികമായും CPM ഗവൺമെന്റിനെതിരായ ജനവിധിയാവും ഇത് എന്നാണ്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ വളരെ കോൺഫിഡന്റോടുകൂടി ഇത് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തലാകും എന്ന് പറയുന്നത്. നിങ്ങൾ പറയുന്നില്ലല്ലോ, നിങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇടതുപക്ഷം പറയുന്നില്ലല്ലോ ഇത് സർക്കാരിന്റെ വിലയിരുത്തലാകും എന്ന് പറയുന്നില്ലല്ലോ. സർക്കാരിന്റെ വിലയിരുത്തലാവും എന്ന് ആണോ എന്ന് ചോദിച്ചപ്പോൾ പാർട്ടി സെക്രട്ടറി പോലും അത് പറയാൻ പറ്റില്ല എന്നല്ലേ പറയുന്നത്. പക്ഷെ ഞങ്ങൾ ഇതാ വളരെ ആർജവത്തോടു കൂടി പറയുന്നത് ഇത് ഞങ്ങളുടെ വിലയിരുത്തലാണ്, പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തലാണ്. തോറ്റാൽ ഞങ്ങൾ ശരിയായ വഴിയിലല്ല എന്നാണ് അതിന്റെ അർത്ഥം. ജയിച്ചാൽ ഞങ്ങൾ ശരിയായ വഴിയിലാണ് എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ഞങ്ങൾ വളരെ കോൺഫിഡൻസോടുകൂടി പറയുന്നത്. മിനിമം ഒരു 15,000 വോട്ടിനും 20,000 വോട്ടിനും ഇടയ്ക്ക് ലീഡ് ചെയ്ത് അവിടെ വിജയിക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയോടുകൂടിയാണ്. അത് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ അത് ഞങ്ങൾക്ക് അനുകൂലമായി മാറും. കഴിഞ്ഞ 2 ടൈം ഞങ്ങളിൽ നിന്ന് കൈവിട്ടുപോയ മണ്ഡലം അത് തിരിച്ചുപിടിക്കാൻ സാധിക്കും. മാത്രമല്ല, വരാൻ പോകുന്ന ഒരു മെഗാ ഫൈനൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026-ലും അതിന് തൊട്ടു മുമ്പുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയുള്ള തെരഞ്ഞെടുപ്പിനും തൊട്ടു മുമ്പുള്ള സെമി ഫൈനൽ എന്ന നിലയ്ക്ക് ഞങ്ങൾ ഇത് ജയിച്ചേ മതിയാവുകയുള്ളൂ. അതിനുള്ള സാഹചര്യം അവിടെയുണ്ട്. ശരി, ഞാൻ മടങ്ങി വരാം. അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക, വീണ്ടും അഡ്വക്കേറ്റ് KNL കുമാർ. അപ്പോൾ വസന്തിന്റെ പ്രതീക്ഷ, കോൺഗ്രസിന്റെ പ്രതീക്ഷ അതാണ്, LDF-ന്റെയും CPM-ന്റെയും പ്രതീക്ഷ താങ്കളും പങ്കുവയ്ക്കുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ മണ്ഡലത്തിൽ സജീവമായി വന്ന ചില രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് നമ്മൾ ഇനി പോകുമ്പോൾ താങ്കളും അഡ്വക്കേറ്റ് NL കുമാറും ഒക്കെ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട സജീവമായ ചർച്ച. നോക്കൂ, പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഒരു അഭിമുഖം ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറയുന്നു, കേരളത്തിൽ യാതൊരു വയലൻസും നടത്തിയിട്ടില്ലാത്ത സംഘടനയാണ് വെൽഫെയർ പാർട്ടി. മതസൗഹാർദ്ദത്തിന്റെ അജണ്ടയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഇത്തരം ഒരു സംഘടനയെ തള്ളിപ്പറയേണ്ട സാഹചര്യം എന്താണ്? ചോദ്യം അഡ്വക്കേറ്റ് NL കുമാർ CPIM-നോടാണ്. സോറി, അഡ്വക്കേറ്റ് അനിൽകുമാർ. ഞാൻ ലാൽകുമാറിനോടാണ് അത് പേര് മാറിപ്പോയതാണ്. അഡ്വക്കേറ്റ് അനിൽകുമാർ, ഈ CPM ഈ ജമാഅത്തെ ഇസ്ലാമി വിഷയം ഉന്നയിക്കുമ്പോഴാണ് എന്തിന് അവരെ തള്ളിപ്പറയേണ്ടതുണ്ട് എന്നും അവർ മതസൗഹാർദ്ദത്തിന്റെ അജണ്ട മുന്നോട്ട് വെക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അവർക്ക് കേരളത്തിലൊരു പത്രമുണ്ട്, അതിൻ്റെ പേര് മാധ്യമം. ഒരു ചാനലുണ്ട്, മീഡിയ വൺ. ഞാൻ ഈ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഭരണം പിടിച്ചു, അമേരിക്ക ഒളിച്ചോടുകയും തീവ്രവാദികളായ താലിബാനെ, ഫാസിസ്റ്റുകളായ താലിബാനെ, മതരാഷ്ട്രീയം പയറ്റുന്ന താലിബാനെ അഫ്ഗാനിസ്ഥാൻ്റെ ഭരണം ഏൽപ്പിച്ചിട്ട് ഒളിച്ചോടിപ്പോയി അവർ. നമ്മളൊരു കാര്യം മറന്നു പോകരുത്, അഫ്ഗാനിസ്ഥാനിലൊരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു. നജീബുള്ള എന്ന് പറയുന്ന ഒരു നേതാവാണ് അവിടുത്തെ പാർട്ടിയുടെ നേതാവായി ഗവൺമെൻറ്റിനെ നയിച്ചിരുന്നത്. അദ്ദേഹത്തെ താലിബാൻകാർ വന്ന് പിടിച്ചു കെട്ടി നഗ്നനാക്കി വിളക്കുകാലിൽ കെട്ടി അദ്ദേഹത്തെ കടന്നാക്രമിച്ച് കൊന്നു. അങ്ങനെ ഭരണം പിടിച്ചതാണ് ഒസാമ ബിൻ ലാദൻ്റെ നേതൃത്വത്തിൽ. അതാണ് താലിബാൻ.
ആ താലിബാൻ്റെ നേതാക്കന്മാരെ പിന്നീട് അമേരിക്ക കൊന്നു. പക്ഷെ പിന്നീട് താലിബാൻ തിരിച്ചു വന്നപ്പോൾ അമേരിക്കൻ പട്ടാളം ഒളിച്ചുപോയി. ഇന്നിപ്പോൾ ഇറാന് നേരെ വേണേൽ യുദ്ധം നടത്തിക്കളയാം, ഞങ്ങൾക്ക് 24 സൈനിക താവളങ്ങൾ പശ്ചിമേഷ്യയിലുണ്ട്, നിന്നെയൊക്കെ ചുട്ടിടുവേൻ എന്ന് എക്സിൽ എഴുതിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കുറിച്ചിരിക്കുകയാണ് നമ്മുടെ അമേരിക്കയുടെ പ്രസിഡന്റ്. ഈ അമേരിക്കയുടെ പ്രസിഡന്റാണ് വാലും ചുരുട്ടിക്കൊണ്ട് ഓടിയത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന്. അപ്പം മാധ്യമ പത്രത്തിൻ്റെ തലക്കെട്ടെന്തായിരുന്നു? വിസ്മയമായി താലിബാൻ. കേരളത്തിലെ ഏതെങ്കിലും ഒരു പത്രം താലിബാനെ ഇതുപോലെ പിന്തുണച്ച് ഒരു തലക്കെട്ടിടൂ, ഫ്രണ്ട് പേജാണ്, വിസ്മയമായി താലിബാൻ. അതിനർത്ഥം എന്താണ്? താലിബാനെ പിന്തുണയ്ക്കുന്ന പത്രമാണ് മാധ്യമം. ആ പത്രത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. മാധ്യമം ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് മാധ്യമത്തെ നിരോധിച്ചത്? ഞങ്ങൾ മാധ്യമ നിരോധനത്തെ പിന്തുണച്ചവരല്ല കേട്ടോ. മാധ്യമത്തെ നിരോധിച്ചപ്പോൾ അവർക്ക് ജനാധിപത്യപരമായി പ്രവർത്തിക്കാൻ അവസരം കൊടുക്കാതെ വന്നപ്പോൾ തെറ്റാണെന്ന് പറഞ്ഞവരാണ് CPM. പക്ഷെ മാധ്യമത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പച്ചയായ മതരാഷ്ട്രീയമാണ്. അത് BJPക്കാർ ഇന്ത്യയിൽ മതരാഷ്ട്രീയം നടപ്പാക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് മാത്രം മതരാഷ്ട്രീയം പറ്റത്തില്ല എന്ന് BJP പറയുന്നതാണ് ഇരട്ടത്താപ്പ്. അതുകൊണ്ട് മാധ്യമം നിരോധിക്കുന്ന ഇവിടുത്തെ BJP ഗവൺമെൻറ്റിനോട് പറയുന്നത്, അല്ലെങ്കിൽ മീഡിയ വൺ നിരോധിക്കുന്ന BJP ഗവൺമെൻറ്റിനോട് പറയുന്നത്, നിങ്ങൾ ജനൻ TV നിരോധിക്കണം, ജന്മഭൂമി നിരോധിക്കണം, എന്നിട്ട് വേണം മറ്റു പറഞ്ഞു. ഇത് രണ്ടും മതരാഷ്ട്രീയക്കാരാണ്. അതുകൊണ്ട് വിസ്മയമായി താലിബാൻ എന്ന് പറയുന്ന ഒരു വാർത്ത കൊടുക്കുന്ന മനോഭാവമുള്ള ഒരു മാധ്യമം, ആ മാധ്യമം പത്രത്തെയും മീഡിയ വണ്ണിനെയും നെഞ്ചേറ്റുന്ന VD സതീശൻ എവിടേക്കാണ് UDFനെ കൊണ്ട് തളയ്ക്കാൻ പോണത്? എവിടേക്കാണ് കോൺഗ്രസിനെ കൊണ്ട് തളയ്ക്കാൻ പോകുന്നത്? രണ്ടാമത് ഇപ്പോൾ ഉണ്ടായ വിഷയങ്ങൾ നോക്കൂ. ഇസ്ലാമിക് ബ്രദർഹുഡിൻ്റെ നേതാക്കന്മാരുടെ ചിത്രം പതിച്ചുകൊണ്ട് കേരളത്തിനകത്ത് ഘോഷയാത്രകൾ. എന്തിനാ അങ്ങനെ ഘോഷയാത്ര നടത്തേണ്ടി വരുന്നത്? ആ ഘോഷയാത്ര സംഘടിപ്പിച്ച് ജമാഅത്തെ ഇസ്ലാമി അല്ലേ? ആ ഘോഷയാത്രയുടെ പിന്തുണക്കാർ ജമാഅത്തെ ഇസ്ലാമി അല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ രാജ്യത്ത് ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരുടെ ആ ഒരു ഘോഷയാത്ര പൊക്കഴിഞ്ഞാൽ, മതപരമായ ഘോഷയാത്ര പൊക്കഴിഞ്ഞാൽ, ഇസ്ലാമിൻ്റെ എല്ലാ ആരാധനാലയങ്ങളും ടാർപോളിനിട്ട് മൂടേണ്ടി വരുന്നൊരു ഇന്ത്യയെക്കുറിച്ച് നമുക്ക് കേട്ടിട്ടുണ്ട്. ആ UPയിലെ ഒരു MP ആണ് പ്രതിപക്ഷ നേതാവ് രാജീവ് ഗാന്ധി. ഞാൻ ഈ ചർച്ചയിൽ ബഹുമാനപ്പെട്ട വസന്ത് ശ്രീക്കരോട് ചോദിക്കുന്നു, ആദ്യഘട്ടത്തിൽ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെ പിന്തുണയ്ക്കുന്ന ഒരേ ഒരാൾ ആരെങ്കിലും നിങ്ങളുടെ പാർട്ടിയിലുണ്ടെന്നാണ് എൻ്റെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇങ്ങനെ ടാർപോളിൻ കൊണ്ട് ഇസ്ലാം മതത്തിൻ്റെ എല്ലാ ആരാധനാലയങ്ങളും മൂടണമെന്ന UPയിലെ ആദിത്യനാഥിൻ്റെ ഉത്തരവിനെതിരെ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസ്താവന കാണിച്ചു തരാമോ? അതേസമയം കേരളത്തിനകത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ച് മതസ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ അവസരം കൊടുക്കുന്നു. എന്നിട്ട് നിങ്ങൾ പിണറായി വിജയനെക്കുറിച്ച് LDFനെ കുറിച്ച് എന്താ പറയേണ്ടത്? ഞങ്ങൾ RSSനെ പിന്തുണയ്ക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ RSSനെതിരെ നിശബ്ദമല്ലേ? രാജസ്ഥാനിൽ 2 മാസം പ്രായമുള്ളൊരു പിഞ്ചു കുഞ്ഞിനെ പോലീസ് ചവിട്ടിക്കൊന്നു, BJPയുടെ പോലീസ്. വൃദ്ധക്കാരായിട്ട് അവിടെ പോയി. രാഹുൽ ഗാന്ധി പോയോ? ഇന്ന് പ്രിയങ്ക ഗാന്ധി ഇവിടെ വന്നു എന്ന് കേട്ടു. അവർ പോയോ? അവരെന്തുകൊണ്ട് ഇവിടെ വരുന്നു? എന്തുകൊണ്ട് രാജസ്ഥാനിൽ പോകുന്നില്ല? ഇവിടെ വരാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പിന്നെ എന്തോ ഇവിടെ പറയുന്നത് കേട്ടു, വന്യമൃഗശല്യം. വന്യമൃഗശല്യം എന്ന് പറയുമ്പോൾ പശുവിനെ വളർത്തല്ല, കടുവയെ വളർത്തുക, ടൈഗർ റിസർവ്. ആരുടെ പണിയത്? ആരാ തുടങ്ങിയത്? അത് ഇന്ദിരാഗാന്ധിയുടെ നിയമമാണ്. ഇവിടെ പുലി വളർത്തും, പശുവിനെ മറ്റേ കടുവയെ വളർത്തും, ആനയെ വളർത്തും എല്ലാം കൂടെ നടപ്പാക്കുന്നത് എന്താണ്? മിനിങ്ങാന്ന് മാതൃഭൂമിയിൽ വാർത്തയുണ്ടായിരുന്നു. കുടകിൽ നിന്നും 773 ഗുണ്ടയാനകളെ നാട് കടത്തുന്നു. കുടകിൽ നിന്നും 773 ഗുണ്ടയാനകളെ നാട് കടത്തുന്നു. നമുക്ക് ചർച്ച ചെയ്യാം, ഈ കുടകിലെ ഗുണ്ടയാനകളെ പിണറായി വിജയൻ വളർത്തുന്നതാണോ? കർണാടകത്തിലാണ് കേട്ടാ. ഒരു അരിക്കൊമ്പനല്ല, 773 അരിക്കൊമ്പൻ. ഈയിടെ ഈ കോൺഗ്രസ്സുകാർ ഒരു ജാഥ നടത്തിയല്ലോ, സമരം നടത്തിയല്ലോ വണ്ടിപ്പെരിയാറിൽ. എന്തായിരുന്നു സമരം? ആന ചവിട്ടിക്കൊന്ന ഒരു സ്ത്രീയെ കാട്ടിനുള്ളിൽ വെച്ച്. സത്യം എന്തായിരുന്നു? ആ സ്ത്രീയെ അവരുടെ ഭർത്താവ് തലക്കടിച്ചു കൊന്നതാണ്. ഇതാണ് കോൺഗ്രസ്. ഒരു കോൺഗ്രസ്സുകാരൻ വേറൊരു കോൺഗ്രസ്സുകാരിയെ ഭാര്യയെ തലക്കടിച്ചു കൊന്നാൽ ഉടനെ കോൺഗ്രസ്സുകാർ കയറി ഇറങ്ങി ഇത് വന്യമൃഗശല്യ എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനും വളയും, അല്ലെങ്കിൽ റോഡ് തടയും. ഈ നാടകമൊക്കെ, ഈ ഷോയൊക്കെ നടക്കുന്ന നിങ്ങളുടെ റീൽസ് പാർട്ടി ഉണ്ടല്ലോ, റീൽസ് കോൺഗ്രസ്, ഇവിടുത്തെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. DYFIക്കാർ 25 വീട് പ്രഖ്യാപിച്ചു. DYFIക്കാർ 25 വീട് പ്രഖ്യാപിച്ചെടുത്ത് 100 കൊടുത്തു.
ഡിവൈഎഫ്ഐക്കാർ വീട് കൊടുത്തില്ലായിരുന്നു, എന്തായിരുന്നു മാധ്യമങ്ങളിലെ അംഗം പൂരം? യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീട് എവിടെ ഉണ്ട്? റീൽ കോൺഗ്രസ് ഉണ്ടല്ലോ, റീലിട്ട് കളിക്കുന്ന കോൺഗ്രസ് ഉണ്ടല്ലോ, വ്യാജന്മാരുടെ കോൺഗ്രസ്. ആ വ്യാജന്മാരുടെ കോൺഗ്രസ് അവരോട് ഞങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ ഈ കള്ളക്കളികൾ മുഴുവൻ പിടിക്കപ്പെട്ട, തൊണ്ടി സഹിതം പിടിക്കപ്പെട്ട മണ്ണാണ് നിലമ്പൂർ. ആ നിലമ്പൂരിൻ്റെ പുതിയ തിരിച്ചറിവ് സ്വരാജ് എന്ന് പറയുന്ന ഉജ്ജ്വലമായ വ്യക്തിത്വം. ഇവിടെ ഒരു വാക്കുകൂടെ പറയാം. ഏതാണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഞങ്ങൾ വൈകിയെന്ന്. ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്? ഞങ്ങളുടെ ആരുടെ പതിവാതിക്കൽ കയറി ഇറങ്ങിന്ന് പറഞ്ഞാൽ മതി. ആരുടെ PS ജോയിയുടെ പടിവാതിക്കൽ വന്നു ജോയി പറഞ്ഞോട്ടെ. PS ജോയിയുടെ പടിവാതിക്കൽ വന്നു ജോയി അങ്ങ് പറഞ്ഞോട്ടെ. ജോയിയുടെ കുടുംബാംഗങ്ങളിവിടെ എന്താ നിലവിളിച്ച് കിടക്കുകയാണ് കേട്ടാ. വസന്ത് ശ്രീകരനോട് ഞാൻ പറയുകയാണ്, ഞാനിപ്പോൾ നിലമ്പൂരുണ്ട്, PS ജോയിയുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളെ ഞങ്ങൾ കാണുന്നുണ്ട്, ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ചങ്കു പറിച്ചെടുക്കുന്നത് പോലെ PS ജോയിക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചുകൊണ്ട് ഈ സ്ഥാനാർത്ഥി, നിങ്ങളുടെ സ്ഥാനാർത്ഥി, ഈ സീറ്റ് പിടിച്ചെടുത്തത്? 2, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിച്ച കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രകാശൻ, അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്ക് കയറി വരുമ്പോൾ ആ പ്രകാശൻ്റെ കൈതട്ടി മാറ്റി, ആ പ്രകാശനെ കാലുവാരി മനോവിഷമമുണ്ടാക്കി ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടയാളല്ലേ UDFിൻ്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി? ഇതൊക്കെ നിലമ്പൂരിലെ ആളുകൾക്കറിയാം. അതുകൊണ്ട് പത്രക്കാരെ കാണാതെ ഒളിച്ചോടുന്ന UDFിൻ്റെ സ്ഥാനാർത്ഥിയാണോ നീ നാട്ടിൽ നിന്നിട്ട് മുമ്പ് നിൽക്കുന്നു പറയുന്നത്? നിലമ്പൂർ വന്ന് നാട്ടുകാരുടെ വികാരങ്ങൾ കാണൂ. അവിടെ UDFിന് രക്ഷപ്പെടാനാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി. അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക് നോക്കൂ, ജമാഅത്തെ ഇസ്ലാമി വിഷയം ചർച്ചയാക്കുന്നതിലൂടെ ന്യൂനപക്ഷ വിരുദ്ധത സൃഷ്ടിക്കാനാണ് CPIM ശ്രമം എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചാൽ അത് ന്യൂനപക്ഷ വിരുദ്ധമാകുന്നത് എങ്ങനെയാണ്? മതസൗഹാർദ്ദത്തിന്റെ അജണ്ട ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്നു എന്നുള്ള സർട്ടിഫിക്കറ്റ് VD സതീശന് കൊടുക്കാൻ സാധിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഏത് പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതിന് ഉത്തരം പറയാം. അതിനു മുമ്പ് ശ്രീ അനിൽകുമാർ, എന്റെ സ്നേഹിതൻ, അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങൾ. ഒന്ന്, ഈ പ്രകാശൻ, ഏതെങ്കിലും പ്രകാശൻ അല്ല ശ്രീ അനിൽകുമാർ, VV പ്രകാശ്, ഞങ്ങളുടെ DCCയുടെ പ്രസിഡന്റ്, KSUവിലൂടെ യൂത്ത് കോൺഗ്രസിലൂടെ നടന്ന് ജയിച്ച് വളർന്നു വന്ന ആൾ. അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നില്ല കേട്ടോ, അദ്ദേഹം മരണപ്പെടുകയാണ്. ആ മരണം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. 2, നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പ്രശ്നമുണ്ട് എന്നാണ്. VV പ്രകാശിന്റെ കുടുംബത്തിന് ഈ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രശ്നമുണ്ടായിരുന്നു എന്നാണ്. പക്ഷേ ഒടുക്കം അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും തന്നെ നേരിട്ട് വന്ന് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും അടിമുടി കോൺഗ്രസ് ആവാനാണ് ഞങ്ങളുടെ അപ്പൻ, ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ ഭർത്താവ് പഠിപ്പിച്ചിട്ട് പോയത് എന്ന് പറയുകയും ചെയ്തതോടുകൂടി നിങ്ങളുടെ ആ ഒരു ക്ലെയിം ഇല്ലാതായി. പക്ഷേ VV പ്രകാശിന്റെ മകളായിരുന്നല്ലോ ആദ്യം ഒരു എതിർവാദം ഉന്നയിച്ചത് വസന്ത്, അത് വേറെ ആ മകള് തന്നെയാണെന്ന് ഇലക്ഷൻ പ്രചരണ യോഗത്തിൽ വന്നത്. ഞങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ മറ്റേ എതിരഭിപ്രായം പറഞ്ഞ മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച് ഇന്നോവയൊന്നും തിരിയത്തില്ല. എതിരഭിപ്രായങ്ങൾ പറയും, വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയും, ആ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കും. ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ്. അതുകൊണ്ട് VV പ്രകാശിനെ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞുള്ള ഈ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല. അദ്ദേഹം വളരെ സീനിയർ ആയ ഒരു നേതാവാണ്. ആര്? VV പ്രകാശ് മാത്രമല്ല, ഈ പറയുന്ന അനിൽകുമാർ അടക്കം. അപ്പൊ അദ്ദേഹത്തിന് യോജിച്ചതല്ല അത് എന്ന് ഞാൻ അദ്ദേഹത്തെ ഒന്ന് ഓർമ്മിപ്പിക്കും. രണ്ടാമത്, അദ്ദേഹം പറഞ്ഞു എന്താണ് VS ജോയിയുടെ കുടുംബത്തെ ഞങ്ങൾ കാണുന്നു. VS ജോയിയുടെ മക്കളും ഭാര്യയും അടക്കമുള്ള കുടുംബം ഇതാ അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലുണ്ട്. അങ്ങേക്ക് വേണമെങ്കിൽ ഞാൻ ഈ ചർച്ച കഴിയുമ്പോൾ വാട്സാപ്പിൽ അയച്ചു തരാം അതിന്റെ വീഡിയോയും ഫോട്ടോയും. അപ്പൊ നിങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് അവിടെ എന്താണ് കോൺഗ്രസിനുള്ളിൽ പ്രതിസന്ധി ഉണ്ടാവും, കോൺഗ്രസിനുള്ളിൽ ആ പ്രശ്നം ഉണ്ടാവും, ഈ പ്രശ്നം ഉണ്ടാവും, അങ്ങനെ പ്രശ്നം ഉണ്ടാവും, അങ്ങനെ ആരെയെങ്കിലും ഒക്കെ പിടിച്ച് മത്സരിപ്പിക്കാമെന്നാണ് നിങ്ങൾ ഓർക്കുന്നത്. പക്ഷേ എല്ലാവരും സരിനല്ലല്ലോ. മിനിഞ്ഞാന്ന് കയറി വന്ന് നാളെ സീറ്റ് കിട്ടിയില്ലെങ്കിൽ അതിന്റെ പേരിൽ ഇറങ്ങിപ്പോകാൻ എല്ലാവരും സരിനല്ലല്ലോ. എല്ലാവരുടെയും പേര് ഡോക്ടർ P സരിനെന്നല്ലല്ലോ. 80,000 രൂപയുടെ ജോലി കിട്ടിയാൽ ആ വഴി പോകാൻ വേണ്ടി. അപ്പോ എല്ലാവരും നിങ്ങൾ സരിനെ തൂക്കുന്ന കട്ട വെച്ച് ആ ഒരു വെയിറ്റ് വെച്ച് നിങ്ങൾ തൂക്കാൻ നിൽക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളവിടെ വളരെ കോൺഫിഡന്റ് ആണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് വരെ അത് എല്ലാ മണ്ഡലങ്ങളിലും അങ്ങനെയാണ് വെച്ചതാണ്. ഞങ്ങളെ സംബന്ധിച്ച് നേതൃ സമ്പത്തുള്ള ഒരു പാർട്ടിയാണ്. സ്വാഭാവികമായും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പ് വരെ 2-ലേറെ സ്ഥാനാർത്ഥികൾ ശരി വസന്ത്, ആവശ്യം എന്തായാലും വസന്ത് ആദ്യഘട്ടത്തിൽ പറഞ്ഞല്ലോ. പിന്നെ സരിന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ അപ്പോൾ ഇതാ പത്മജ വേണുഗോപാൽ എവിടെയോ ഗവർണർ ആവാൻ പോകുന്നു എന്നൊക്കെ കേൾക്കുന്നു. അപ്പോൾ ആ കട്ട ഏതായിരുന്നു എന്നുള്ളതും അനിൽ ആന്റണിയുടെ കട്ട ഏതായിരുന്നു എന്നുള്ളതൊക്കെ വസന്ത് ഓർക്കുന്നത് നല്ലതാണ്. ശരി, ആ വിഷയം നമുക്ക് കോൺഗ്രസിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വസന്ത് ആദ്യഘട്ടത്തിൽ പറഞ്ഞു. നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് വരാം. ഞാൻ ചോദിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇതാ ഈ മണിക്കൂറിലും നിലമ്പൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാകുന്നത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി, ഞാൻ അത്
വാചകം ഇനി ആവർത്തിക്കേണ്ടതുണ്ടോ എന്ന് അറിയില്ല, വസന്ത് കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ആ നിലയിൽ ഒരു സർട്ടിഫിക്കറ്റ് ജമാഅത്തെ ഇസ്ലാമിക്ക് കൊടുക്കാൻ വി.ഡി. സതീശന് എങ്ങനെയാണ് സാധിക്കുന്നത്? അതിന്റെ ഉത്തരം പറയാം. അങ്ങ് ഈ പത്മജ തൂക്കുന്ന കൂട്ടത്തിൽ അൽഫോൺസ് കണ്ണന്താനത്തെ കൂടെ തൂക്കിയാൽ മതി. എന്റെ അനിൽകുമാറിന്റെ നാട്ടുകാരനാണ്. രണ്ടാമത്തെ അടുത്ത പ്രശ്നം ഈ ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളെ സഹായിച്ചാൽ രമേശ് ചെന്നിത്തലയ്ക്ക് എന്താ ഇത്ര ഹുങ്ക്, ഇത്ര ഹാലിളക്കം എന്ന് ചോദിച്ചത് ആരാ ഞങ്ങളാണോ? രമേശ് ചെന്നിത്തലയ്ക്ക് എന്താ ഇത്ര ഹാലിളകുന്നത്? ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളെ പിന്തുണച്ചാൽ, ആരെ പിന്തുണച്ചാൽ? ഇടതുപക്ഷത്തെ പിന്തുണച്ചാൽ. ചോദിച്ചതാരാ? നിങ്ങളുടെ പരമോന്നതനായ നിങ്ങളുടെ സുപ്രീം കമാൻഡർ പിണറായി വിജയനാ ചോദിച്ചത്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി നിങ്ങളുടെ കൂടെ, ഞങ്ങളുടെ കൂടെ വന്നാൽ ആഹാ, നിങ്ങളുടെ കൂടെ പോയാൽ ഓഹോ എന്ന് പറയുന്ന നടപടി ശരിയല്ല. നിങ്ങളുടെ കൂടെ വരുമ്പോൾ മാമോദിസ മുക്കി എല്ലാവരും പരിശുദ്ധരാകുന്നു. ജമാഅത്തെ ഇസ്ലാമി പരിശുദ്ധരാകുന്നു, SDPI പരിശുദ്ധരാകുന്നു, RSS, BJP, ഹിന്ദു മഹാസഭ, ഏത് ഗാന്ധിയെ വെടിവെച്ച് വന്ന ഹിന്ദു മഹാസഭ നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം അവരൊക്കെ നിങ്ങളുടെ കൂടെ വന്നാൽ അടിപൊളി സൂപ്പർ നല്ല. വസന്ത് നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് CPIഎമ്മിന്റെ അഭിപ്രായം എന്താ എന്നുള്ളത് CPIഎം വിശദീകരിക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും സാഹചര്യത്തിൽ CPIഎമ്മിനൊപ്പമാണെന്ന് അവർ പറഞ്ഞതിനെ കുറിച്ചല്ല. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് എന്ന് വി.ഡി. സതീശൻ പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇപ്പോൾ വസന്ത് ചില CPIഎം നേതാക്കളുടെ പ്രതികരണമൊക്കെ പറഞ്ഞല്ലോ, ആ കാലയളവിൽ അല്ലെങ്കിൽ അതിനല്പം കൂടി മുമ്പ് 2014 ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയാണെന്നും ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെന്നും ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്ത രാഷ്ട്രീയ പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നുള്ളതാണ്. അപ്പോൾ അതായിരുന്നു ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് എടുത്ത ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചുള്ള നിലപാട്. അതിനു മുൻപ് 2 തവണ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചിട്ടുള്ളത് ആരാണ് എന്നുള്ളത് കൂടി വസന്ത് ഓർക്കുക. അപ്പോൾ അവിടെ നിന്നും 2025 എത്തുമ്പോൾ, 2014 നിന്നും 2025 എത്തുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യ സംഘടനയാണ് എന്നും മതസൗഹാർദ്ദം വളർത്തുന്ന സംഘടനയാണ് എന്നും വി.ഡി. സതീശന് പറയാനാകുന്നതിന്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. എന്താ ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി CPIഎമ്മിന്റെ നിലപാട്? അത് ഞാൻ ചോദിക്കാം വസന്തേ. പയർ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാടി എന്ന് പറയല്ലേ? CPIഎമ്മിനോട് ചോദിക്കാം, കോൺഗ്രസിന്റെ നിലപാട് പറയും. അതുകൂടെ പറയണ്ടേ? ഇപ്പൊ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്ന CPIഎമ്മിന് ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് അസുര ഇപ്പൊ എന്താണ് ഈ ബില്ലാന്ന് പറയുന്നത്? അതായത് 2021 വരെ അടിപൊളിയായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി. ഇപ്പൊ നിങ്ങൾക്ക് എന്താണെന്ന് ഇപ്പൊ വസന്ത്, അത് ഞാൻ ചോദിക്കാം വസന്തേ. അത് മാത്രമല്ല, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന സംഘടനയെന്നൊന്നും ഒരു CPIഎം നേതാവും പറഞ്ഞതായിട്ട് എന്റെ അറിവിലില്ല. ഇനി വസന്ത് പറഞ്ഞ തരത്തിലാണ് ഞാൻ ചോദിക്കാൻ വസന്തി. അതിനൊരു സാവകാശം എനിക്ക് തരും. ഇപ്പോൾ വസന്തിന്റെ അവസരത്തിൽ കോൺഗ്രസിനെ കുറിച്ചല്ലേ വസന്തിനോട് ചോദിക്കാൻ കഴിയൂ? CPIഎമ്മിന്റെ പ്രതിനിധി ചർച്ചയ്ക്ക് ഇരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അദ്ദേഹം അത് പറയട്ടെ. ഞാൻ ചോദിക്കുന്നത് 2014 ഹൈക്കോടതിയിലെ സത്യവാങ്മൂലത്തിൽ തീവ്രവാദ സംഘടന എന്ന് വിശേഷിപ്പിച്ച് ഇടത്തു നിന്നും 2015 ജനാധിപത്യ സംഘടന എന്ന് പ്രതിപക്ഷ നേതാവിന് വി.ഡി. സതീശന് പറയാനാകുന്ന തരത്തിലേക്ക് ജമാഅത്തെ ഇസ്ലാമി എങ്ങനെ മാറി എന്നുള്ളതാണ്. അത് പൊതുസമൂഹത്തിന് കൂടി അറിയാമല്ലോ വസന്ത്. വസന്തിന്റെ മറുപടി ക്ലിയർ ആണെങ്കിൽ 2020 അല്ല, അതിന്റെ ഉത്തരം ഇത് തന്നെയാണ്. മറുചോദ്യം തന്നെയാണ് അതിന്റെ ഉത്തരം. കാര്യം 2021 ജനാധിപത്യപരമായി ഞങ്ങളെ പിന്തുണച്ച സംഘടന എന്ന് പറഞ്ഞ, ഞങ്ങളെ പിന്തുണച്ച നിങ്ങൾക്ക് എന്താ ഇത്ര ഹാലിളക്കം എന്ന് ചോദിച്ച സംഘടന ഇന്ന് അത് അങ്ങനെയല്ല എന്ന് CPIഎമ്മിന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ അസിത് പറഞ്ഞു ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന സംഘടനയല്ല ജമാഅത്തെ ഇസ്ലാമി എന്ന് CPIഎമ്മിന് ഒരു നിലപാടുണ്ട് എന്നാണ് അങ്ങ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ജനാധിപത്യപരമായി പ്രവർത്തിക്കാത്ത സംഘടനയുടെ പിന്തുണ 2021 നിങ്ങൾ സ്വീകരിക്കുമോ? അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്റെ സംശയം, വസന്ത് പറഞ്ഞത് മറുചോദ്യം മാത്രമാണ് അതിന് ഉത്തരം എന്ന് വസന്ത് പറഞ്ഞു. അപ്പോൾ എന്റെ സംശയം വസന്ത്, 2014 കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ തീവ്രവാദ സംഘടന എന്ന നിലപാടെടുക്കുന്നു. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ 2021 മറ്റോ ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളുടെ പിന്തുണ CPIഎമ്മിനാണ് എന്ന് പറഞ്ഞു. ആ പ്രസ്താവനയാണോ ജമാഅത്തെ ഇസ്ലാമി അപ്പോൾ ജനാധിപത്യ സംഘടനയാണെന്ന് കോൺഗ്രസ് അടിവരയിടാൻ കാരണം? ആ പോയിന്റിലായിരുന്നോ കോൺഗ്രസ് നേതാക്കൾ തീരുമാനിച്ചത് ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യ സംഘടനയാണെന്ന്? അല്ലല്ലോ, ജമാഅത്തെ ഇസ്ലാമി എന്നല്ല, അവരുടെ കൺട്രോളിലുള്ള വെൽഫെയർ പാർട്ടി. അവർ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മാറിയും തിരിഞ്ഞും അവർ പിന്തുണ പ്രഖ്യാപിക്കാറുണ്ട്. അത് നിങ്ങൾക്കും പ്രഖ്യാപിക്കും, ഞങ്ങൾക്കും പ്രഖ്യാപിക്കാറുണ്ട്. ഇത് ഞങ്ങളത് മുക്തകണ്ഠം സ്വാഗതം ചെയ്തിട്ടില്ലല്ലോ. ചെയ്തിട്ടുണ്ടോ? ഇല്ലേ? പ്രതിപക്ഷ നേതാവ് എന്താണ് പിന്നെ പറഞ്ഞത്? പിന്നെ പ്രതിപക്ഷ നേതാവ് എന്തിനാണ് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തത്? അല്ല, അത് ഞങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ പറയുന്ന ഐറ്റം എന്താണ് നിങ്ങൾക്കില്ലാത്ത ഐറ്റം എന്തുകൊണ്ടാണ് ഞങ്ങൾക്കുണ്ടാവണേ? ഞാൻ ചോദിക്കട്ടെ, അതിനേക്കാളും വലിയ പ്രശ്നമല്ലേ ഗാന്ധിയെ കൊന്ന ഹിന്ദു മഹാസഭയോട് നിങ്ങൾക്ക് ഐറ്റം ഇല്ലാത്തത്? അതൊന്ന് പറഞ്ഞു, അത് പറയാമോ? ഗാന്ധിയെ കൊന്ന ഹിന്ദു മഹാസഭയോട് നിങ്ങൾക്ക് ഐത്തമില്ല. ഹിന്ദു മഹാസഭയുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്തു വസന്ത്. ഏതോ ഒരു നേതാവ് വന്ന് ഞാനാണ് ഹിന്ദു മഹാസഭ, ഞാൻ ഇതാ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞു. തൊട്ടടുത്ത ദിവസം യഥാർത്ഥ ഹിന്ദു മഹാസഭ ഞങ്ങൾ അറിവോടുകൂടി അല്ലാതെന്ന് പറയുകയും ചെയ്തു. CPIഎം അവരുടെ പിന്തുണ ചോദിച്ചിട്ടുമില്ല. ഹിന്ദു മഹാസഭ ജനാധിപത്യ സംഘടനയാണെന്ന് പറഞ്ഞിട്ടുമില്ല. ഞാൻ ചോദിക്കുന്നത് പറഞ്ഞവരെ കുറിച്ചാണ്. വസന്ത് എന്തിനാണ് വെറുതെ ഇങ്ങനെ തർക്കിക്കുന്നത്? വസന്ത്, എനിക്കുള്ളൊരു സംശയമാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ അറിവിൽ ഇപ്പോൾ ഞാനിതാ ജമാഅത്തെ ഇസ്ലാമി എന്നതിനെ ഒരു മതസംഘടനയായി, RSSനോട് തത്തുല്യമായ ഒരു സംഘടനയായാണ് കാണുന്നത് വ്യക്തിപരമായി. അപ്പോൾ എനിക്ക് ഇപ്പോൾ
ഡി സതീശൻ പറയുന്നത് പ്രകാരം ജമാഅത്തെ ഇസ്ലാമിയോടുള്ള നിലപാട് തിരുത്തണമെന്ന ആഗ്രഹം തോന്നുകയാണെങ്കിൽ എന്തുകൊണ്ടത് തിരുത്തണം എന്നതുകൂടി പറയാൻ പ്രതിപക്ഷ പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ലേ? അതാണ് ഞാൻ വസന്തിനോട് ചോദിക്കുന്നത്. തർക്കമേ ഇല്ല. CPM എന്ത് പറഞ്ഞുള്ളതല്ല എന്റെ തർക്കം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കോണ്ടെക്സ്റ്റ് എടുത്തു ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുമോ? പറയൂ വസന്ത്, ഒന്ന് പറയുകയാണെങ്കിൽ ഇത് ലാൽകുമാറിന് എന്തോ ചോദിക്കാനുണ്ട്. പറഞ്ഞോളൂ ലാൽകുമാർ. ഹിന്ദു മഹാസഭ ഹിന്ദു മഹാസഭ ഈ പറയുന്ന CPM സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞു. ആ സപ്പോർട്ട് ചെയ്ത് വാർത്താ സമ്മേളനം നടത്തിയ 2-3 പേരുടെ പേരിങ് പറയാവോ? വസന്ത് ഇപ്പോൾ എനിക്കറിയത്തില്ല. അറിയാവോ ആ ഹിന്ദു മഹാസഭയുടെ നേതാവ് ആരാന്ന്? വസന്തേ, ഞാൻ പറയാം. ഷിബു എന്ന് പൂർവാനുസ്മരണത്തിൽ പേരുണ്ടായിരുന്ന അവിടം വരെ ഞാൻ പറയട്ടെ, അല്ല പറയുമ്പോ അങ്ങ് ഇടപെടരുത്. എനിക്കറിയത്തില്ല. ഞാൻ വഴങ്ങിയ ആളാണെന്ന്. ഞാൻ വഴങ്ങിയല്ലോ. അല്ല, ആ അറിയാത്ത ആളെയാണ് CPMന്റെ നേതാക്കളെല്ലാം വിളിച്ചിരുത്തി ഫോട്ടോ എടുത്തത്. ആ ഫോട്ടോ ഞാൻ അങ്ങേക്ക് അയച്ചു തരാം. ഇവിടെ തൊട്ട് അവിടം വരെ ട്രെയിൻ നീളത്തിൽ പേരുള്ള ഇപ്പോഴത്തെ ആശ്രമത്തിൽ ഇപ്പൊ അത്രയും നീളത്തിൽ പേരുള്ള ഒരാളാണ്. ആർക്കും അറിയില്ല ശ്രീ ലാൽകുമാർ. എന്ന് മാത്രമല്ല, ഏതൊരാൾ അങ്ങനെ പറഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസം ഹിന്ദു മഹാസഭ ഞങ്ങളാണ് യഥാർത്ഥ ഹിന്ദു മഹാസഭ എന്ന് പറഞ്ഞ് നിലപാട് പറയുകയും ചെയ്തു. പക്ഷെ ഇപ്പോഴും അവിടെ നിൽക്കുന്നത് വസന്ത് നോക്കൂ, വസന്ത് CPIയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഞാൻ അഡ്വക്കേറ്റ് അനിൽകുമാറിനോട് കൃത്യമായി ചോദിക്കുന്നുണ്ട് വസന്ത്. ഞാൻ അതിലേക്ക് വരും വസന്ത്, ഉറപ്പായും വരും. ഞാൻ ചോദിക്കുന്നത്, ഞാൻ ആവർത്തിക്കുന്നു ഒരു തവണ കൂടി, ഇനി ഇതിൽ അടുത്ത ചോദ്യമില്ല വസന്ത്, ഒരു തവണ കൂടി ഞാൻ ആവർത്തിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയായി കാണുന്ന ഒരു സാധാരണ മലയാളി പ്രതിപക്ഷ നേതാവ് പറയുന്ന മാത്രയിൽ പറയുന്ന പ്രകാരം അവരെ ജനാധിപത്യ സംഘടനയായി കാണാൻ അവർക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിനെ നിങ്ങൾ ജനാധിപത്യ സംഘടനയായി കാണണം എന്നതുകൂടി പറയണ്ടേ? ആ ഉത്തരം വസന്തിന്റെ കയ്യിൽ എന്താണുള്ളത്? അല്ല, ഞാൻ അതാണ് പറഞ്ഞു വന്നത്. അപ്പൊ അങ്ങും ഇടപെട്ടു ലാൽകുമാറോട്. അതായത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാക്കുകളെ കോണ്ടെക്സ്റ്റ് നോക്കാതെ, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്നു. അത് ചോദിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഉള്ളതിനെ CPM വിമർശിക്കുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ 2021 അത് സ്വീകരിച്ചത് ആരാണ് എന്ന് മറുചോദ്യം ഉണ്ടാവും. അപ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന സംഘടനയാണെന്ന് CPMന് അഭിപ്രായം ഉണ്ടെങ്കിൽ അവരുടെ വിവിധ ഘടകങ്ങളുടെ പ്രവർത്തനങ്ങൾ പരിഗണിക്കുമ്പോൾ നിലവിൽ അവർ ജനാധിപത്യപരമായി പ്രവർത്തിക്കില്ലേ ഈ രാജ്യത്ത്? അല്ലെങ്കിൽ ബാൻ ചെയ്യപ്പെടില്ലായിരുന്നോ? ബാൻ ചെയ്യപ്പെട്ട സംഘടനകളിലൊന്നും അവരില്ലല്ലോ, അവർ പ്രവർത്തിച്ചോണ്ടിരിക്കില്ലേ? അല്ല, നിങ്ങളാണല്ലോ RSSമായി കൈകോർത്തിട്ടുള്ളത്. CPMന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയാണല്ലോ ലാൽകൃഷ്ണ അദ്വാനി ഇവിടെ വന്ന് വോട്ട് ചോദിച്ചു. BJP സ്ഥാനാർത്ഥി ആരാണ് വസന്ത്? എന്തിനാണ് വെറുതെ ഇങ്ങനെ സ്വയം കുഴി കുഴിച്ച് വീഴുന്നത്? വസന്ത്, ഞാൻ മടങ്ങി വരാം. അഡ്വക്കേറ്റ് ലാൽകുമാർ, അപ്പോൾ വസന്തിനോട് എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യ സംഘടനയായി എന്ന് ചോദിക്കുമ്പോൾ വസന്ത് പറഞ്ഞത് അതിന് ചില മറുചോദ്യങ്ങൾ മാത്രമാണ് അതിന് ഉത്തരം എന്നുള്ളതാണ് ശ്രീ ലാൽകുമാർ. പിന്നെ ഹിന്ദു മഹാസഭയുടെ കാര്യം പറയുന്നു. നിലമ്പൂർ മതി. കോൺഗ്രസും BJPയും തമ്മിലുള്ള ടൈപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ഈ ഘട്ടത്തിൽ വേറെ എവിടേക്കും പോകണ്ട. അതാ നിലമ്പൂർ ക്യാമ്പിൽ BJP ക്യാമ്പിലുള്ളത് കോൺഗ്രസിൽ ഇന്നലെ വരെ പ്രവർത്തിച്ച ആളാണ്. അല്ല, ഇതിനകത്ത് രസകരമായ ഒരു കാര്യം, ഇപ്പോൾ ഞാൻ ഇടതുപക്ഷ രാഷ്ട്രീയമുള്ള ആളാണ്. ഞാനത് പരസ്യമായി ചർച്ചകളിൽ പങ്കെടുക്കുന്നു. എൻ്റെ പൊസിഷൻ വളരെ ക്ലിയറാണ്. ഞാൻ ഇപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥിയായ സ്വരാജിനെ ഹിന്ദു മഹാസഭ സപ്പോർട്ട് ചെയ്തു. ഈ സപ്പോർട്ട് ചെയ്ത് ഏതവനാന്ന് എനിക്കറിയത്തില്ല, ഒന്ന് ആലോചിച്ച് ചോദിക്കണം. പക്ഷേ കോൺഗ്രസിൻ്റെ ആൾക്കാർ പ്രചരണമാണ്, ഭയങ്കര ഭീകര പ്രചരണമാണ്. ഇത് ഏതവനാണ് വന്നിരുന്ന് പറഞ്ഞതെന്ന് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. ആരാന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇതിനു മുമ്പ് ഹിന്ദു മഹാസഭയ്ക്ക് ഇവിടെ ഒരു ശാഖയുണ്ടെന്നോ അല്ലെങ്കിൽ ഇവിടെ എന്തോ നടക്കുന്നതെന്നോ, ഇപ്പോൾ RSSകാരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം കുറേ പേരെങ്കിലും നമുക്ക് അറിയാൻ പറ്റും. കാര്യം നമ്മൾ കാണുന്നതാണ്, അവർ പൊതുമണ്ഡലത്തിൽ ഇടപെടുന്ന നമ്മൾ കാണുന്നതാണ്. ഹിന്ദു മഹാസഭ എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം എന്ന് പറയുന്നത് ഇത് യഥാർത്ഥ ഹിന്ദു മഹാസഭയല്ല, ഞങ്ങളാണ് യഥാർത്ഥ മഹാസഭ എന്ന് പറയുന്നു. എന്നിട്ടും ഇത് പറയുന്നു. നോക്കൂ, സ്വരാജിനെതിരെയുള്ള പ്രചരണത്തിനകത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ പറയുന്നത് ശബരിമല വിഷയമാണ് ഇവര്, അല്ലേ? ശബരിമല വിഷയം ഇവർ പറയുന്നുണ്ട്, കോൺഗ്രസ് പറയുന്നുണ്ട്. അതാ അവിടുത്തെ പ്രശ്നം, കോൺഗ്രസ് പറയുന്നുണ്ടെന്നുള്ളതാണ്. അത്രയും വർഗീയതയാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന രണ്ട് മൂന്ന് വിഷയങ്ങൾ ഞാൻ പറയാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഐഡിയോളജിക്കൽ പോളറൈസേഷൻ നടത്താൻ ജമാഅത്ത് എന്നും ഈ രാജ്യത്ത് ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ബോധ്യങ്ങളിലേക്ക് ഇപ്പം സതീശൻ പറയുകയാണ്, VD സതീശൻ പറയുകയാണ് ജമാഅത്തെ മാറി. ജമാഅത്തെ മാറിയിട്ടില്ലെന്ന് സമസ്ത പറയുകയാണ്. ഇപ്പം CPMനെ വിട്, അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷക്കാരന് വിട്, നിങ്ങൾക്ക് എന്താ അഭിപ്രായം? നിങ്ങൾ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ് മതപണ്ഡിതന്മാരായ അല്ലെങ്കിൽ ഈ പറയുന്ന സുന്നി മുസ്ലിം പ്രാക്ടീസ് ചെയ്യുന്ന മതനിരപേക്ഷമായി നിൽക്കുന്ന, നമ്മൾ പറഞ്ഞ മതം പ്രാക്ടീസ് ചെയ്യുന്നതിനകത്തും മതനിരപേക്ഷതയുണ്ടല്ലോ അല്ലേ? മതരാഷ്ട്രവാദം ഇല്ലാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ ഇപ്പം ഞാൻ വേണമെങ്കിൽ പ്രാക്ടീസിങ് ഹിന്ദു ആയിരിക്കാം, ബട്ട് ഐ എം നോട്ട് എ റിലീജിയസ് ഹിന്ദു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫനറ്റിക് അല്ല.
അങ്ങനെയുള്ള ആൾക്കാർ പറയുന്നു ജമാഅത്തെ ഇസ്ലാമി എപ്പോഴാണ് ഈ പറയുന്ന അഭിപ്രായത്തിൽ നിന്ന് മാറ്റം വരുത്തിയത് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി അല്ല ചോദിക്കുന്നത്, ഇങ്ങനൊരാൾ ചോദിക്കുന്നുണ്ട്. സതീശൻ എന്താ മറുപടി? സതീശൻ പറയില്ല. കാര്യം സതീശന്റെ എക്സിസ്റ്റൻസിന്റെ പ്രശ്നമാണ്. ഈ വിഷയത്തിനകത്ത് കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യം ഞാൻ ചോദിച്ചല്ലോ, കുഞ്ഞാലിക്കുട്ടി എന്താ മിണ്ടാത്തെ? കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചുകൂടെ? കുഞ്ഞാലിക്കുട്ടി സാഹിബ് മിണ്ടത്തില്ല. കാര്യം കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അതിന്റെ ഡേഞ്ചർ അറിയാം. അവിടെയാണ് നമ്മൾ സഖാവ് അനിൽകുമാർ പറഞ്ഞ ഈ വസന്തത്തെക്കുറിച്ച്, അഫ്ഗാനിൽ വന്ന വസന്തത്തെക്കുറിച്ചുള്ളൊരു ഓർമ്മപ്പെടുത്തൽ അദ്ദേഹം നടത്തിയല്ലോ. അതിനെ മാധ്യമം എൻജോയ് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞല്ലോ. അത് ചേർത്ത് വായിക്കണം. പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇന്നലെ 2 ദിവസം മുമ്പായിട്ട് ഏറ്റവും കൂടുതൽ കേരളത്തിൽ പ്രചരണം കിട്ടിയൊരു വീഡിയോ ആണ്. മുഖ്യമന്ത്രി ആയപ്പോഴില്ല, പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പം സഖാവ് പിണറായി വിജയൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ജമാഅത്തെ ഇസ്ലാമി എന്ന രാഷ്ട്രീയ അപകടത്തെക്കുറിച്ച് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ കാര്യമല്ല, മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കാര്യമല്ല. അതിനകത്ത് നിലപാടിലൊന്നും ഒരു സംശയവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് ആത്മഹത്യ ചെയ്ത നേതാവ് അല്ലല്ലോ ഈ പറയുന്ന പ്രകാശ് എന്ന് പറഞ്ഞു. ആത്മഹത്യ ചെയ്ത ഒരു നേതാവ് ഉണ്ടായിരുന്നു വയനാട്ടിൽ. അവരുടെ വീട്ടുകാരിപ്പോൾ ഓടി നടക്കുക അല്ലേ? നമ്മൾ തന്നെ എത്ര ചർച്ചയ്ക്കകത്തിരുന്നു. കോൺഗ്രസ്സുകാരായിരുന്നു പറയണ്ട. പിന്നെ കോൺഗ്രസ് ഇവിടെ വന്ന് ഞാൻ മറുപടി തന്നെ പറഞ്ഞു പോകണമെന്ന് തന്നെ വിചാരിക്കുന്നു. കോൺഗ്രസ്സുകാർ പറഞ്ഞല്ലേ നല്ല ജനാധിപത്യമുള്ള പാർട്ടിയാണ്. ജനാധിപത്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നതിൽ മേളിൽ ഒരശ്ലീലം മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാര്യം ഏറ്റവും കൂടുതൽ കേരളത്തിൽ അല്ലെങ്കിൽ ഈ രാജ്യത്ത് രാഷ്ട്രീയം പറഞ്ഞ് മറ്റ് കക്ഷികളെ കൊന്നിട്ടുള്ള ഒരു പാർട്ടി അത് കോൺഗ്രസ് ആണ്. അതിനകത്ത് എനിക്ക് ഒരു സംശയവുമില്ല. ഞാൻ എത്ര വേണമെങ്കിലും അത് പറയാൻ തയ്യാറാ. പിന്നെ അടുത്ത വന്നെന്താ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറഞ്ഞു. കോൺഗ്രസിന്റെ പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അവിടെ ഒരു കോൺഗ്രസിന്റെ ലേഡിയുടെ വീട്ടിൽ VD സതീശൻ ഓടിച്ചെന്നു. നിൽക്കരുതേ എന്ന് പറയാൻ ചെന്നോ? നിൽക്കരുതേ. കാര്യം കോൺഗ്രസിനകത്തെ അവിടുത്തെ മണ്ഡലം ലെവലിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ലേഡിയാണ് BJP സ്ഥാനാർത്ഥിയായി ആലോചിക്കുന്നത്. സരിന്റെ കാര്യം കൂടെ, സരിൻ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൽ നിൽക്കുകയാണെങ്കിൽ പോയല്ലോ. അപ്പുറത്ത് പോയി നിൽക്കുക എന്ന് പറയുകയാണെങ്കിൽ പോയില്ലേ? നിൽക്കുക എന്ന് പറഞ്ഞാൽ അപ്പുറത്തല്ലേ അസിത നിൽക്കുന്നത്. ഇവിടുന്ന് പോകാതെ അപ്പുറത്ത് പോയി നിൽക്കാൻ പറ്റുമോ? അത് നിൽക്കുക എന്ന് പറഞ്ഞാൽ പോയില്ല. അപ്പുറത്ത് പോകാതെ നിൽക്കാൻ പറ്റത്തില്ല. നിൽക്കുവോ? അവസാനം അവരുടെ പോയി കാല് പിടിച്ചിട്ടാണ് അവർ മാറിയത്. അത് നമ്മൾ കണ്ടതല്ലേ. ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലായ മാധ്യമത്തിൽ വേണുവുമായിട്ടിരുന്ന ചർച്ചയ്ക്കകത്ത് വേണുവിനെ മുന്നിൽ ഞാനിത് റേസ് ചെയ്താണ് ഈ വിഷയം ഞാൻ റേസ് ചെയ്തത്. അതുകൊണ്ട് അങ്ങനെ ഒന്നും പറഞ്ഞു പോകാല്ലേ. ഇവരുടെ കൂട്ടത്തിൽ ഇപ്പം നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലിൽ ഇരുന്ന് ഞാനിത് പറഞ്ഞതാണ്. അന്ന് ഇവർക്കെതിരായിരുന്നു. കാര്യം അൻവറിന് അനുകൂലമായിരുന്നു അന്ന് അവരുടെ നിലപാട് അൻവറിന് അനുകൂലമായിരുന്നു. അവരിപ്പം മാറി കരഞ്ഞ് കാല് പിടിച്ച് ഇപ്പം ഇവരുടെ അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. കാര്യം ഇവിടെ UDFന്റെ ഘടകകക്ഷി പോലായി. അൻവറിനെതിരെ ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെതിരെ രാഷ്ട്രീയം പറഞ്ഞ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമമാണ്. ഇവർക്കറിയാവോ? ഈ പറയുന്ന കോൺഗ്രസിന്റെ പ്രതിനിധി നമ്മൾ കാണുന്ന ഒരാളല്ലേ, രാഷ്ട്രീയം പറയുന്ന ആളല്ലേ. ഇവർക്കെതിരെ പറഞ്ഞാണ്. അൻവർ എന്ത് ഏറ്റു? അൻവറിനെ പറ്റിക്കുകയാണോ? സതീശനാണോ കാര്യം തീരുമാനിക്കുന്നേ? എടുത്ത് നോക്ക് ചർച്ച. ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. കാര്യം കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം എനിക്കുള്ളതുകൊണ്ട് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ആ ജമാഅത്തെ ഇസ്ലാമിയെ ഇപ്പം നിങ്ങൾ എടുത്ത് തല കയറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അന്നും ഇന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് നമുക്കുള്ള അഭിപ്രായം മാറ്റമില്ല. മതരാഷ്ട്രവാദമാണെങ്കിൽ ഈ RSS ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അവകാശം ഉണ്ട്. രണ്ടിനെയും ബാൻ ചെയ്യണം. അത് അനിൽകുമാർ പറഞ്ഞ ലോജിക്കൽ പോയിന്റാ. പക്ഷെ അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങൾ കക്ഷിയാകുന്നുണ്ടോ? RSSുമായിട്ട് നമുക്ക് ചേരാൻ പറ്റുമോ? ഇവർ പറയുന്നത് എന്താ? ജനസംഘവുമായിട്ട് ബന്ധപ്പെട്ട റിലേഷൻഷിപ്പിനെ കുറിച്ചല്ലേ ഇവർ പറഞ്ഞത്. ഈ പറയുന്ന RSS കാണിക്കുന്നതിനെക്കാട്ടിലും ലോകത്ത് ഏറ്റവും വലിയ തെമ്മാടിത്തരം കാണിച്ച ഈ പ്രപഞ്ചത്തിലുള്ള ഏത് സർക്കാരിനെക്കാട്ടിലും മോശം സർക്കാരായി പ്രവർത്തിച്ച ഇന്ദിരാഗാന്ധിയുടെ എമർജൻസി അഡ്മിനിസ്ട്രേഷനെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യത്തെക്കുറിച്ച് ഇവർ പറയുന്നത്. വാസറ്റോവും ചെയ്ത ആൾക്കാരെ, ഈ പറയുന്ന മുസ്ലിം ആൾക്കാരെ ഹോണ്ട് ചെയ്ത ഒരു രാഷ്ട്രീയ ചരിത്രമുള്ളതിന് കഴിഞ്ഞിട്ടുള്ളതിനെ കുറിച്ച് ഇവർ പറയുന്നത് അല്ലേ? അതവർ മിണ്ടത്തില്ല. എന്തായിരുന്നു നിങ്ങൾക്കെതിരെ നിന്നത്? എല്ലാവരും കൂടി, ഈ രാജ്യത്തുള്ള എല്ലാ മനുഷ്യരും കൂടെ ഒന്നിച്ച് നിന്ന് എന്തിനായിരുന്നു? അത് മിസസ് ഗാന്ധിയുടെ തോന്നിവാസത്തിനെതിരെ. അതുപോലുള്ള തോന്നിവാസത്തിനെതിരാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതിന് നിങ്ങളൊരു തോന്നിവാസത്തിന് കൂട്ടുപിടിച്ച് ഈ സംസ്ഥാനത്ത് ഇപ്പം നിൽക്കുന്നത് ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അത് ചെറുതായിട്ട് ഞാൻ കാണുന്നില്ല. അത് അപകടകരമായ രാഷ്ട്രീയമാണ്. അത് സതീശന്റെ താല്പര്യം അത് കോൺഗ്രസിലുള്ളവർക്ക് പലർക്കും നിങ്ങൾ ചുമ്മാ സംസാരിച്ചാൽ മതി. വസന്തെന്ന് പോയി സംസാരിച്ചു നോക്കുക, നിങ്ങളുടെ ലീഡേഴ്സിനോട് സംസാരിച്ചു നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്തുള്ള പ്രതിഷേധം എന്താണെന്ന്. അടുത്ത ഒരു കാര്യം കൂടെ പറയാം. ഈ രീതിയിൽ നിന്ന് നോക്കൂ, കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രചരണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പം അവിടെയുള്ള പ്രിയങ്ക ഗാന്ധി മേളിൽ നിന്ന് വരുന്നു. ആ പ്രിയങ്ക ഗാന്ധി വന്ന പരിപാടിക്കകത്ത് ലീഗ് പങ്കെടുത്തിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അപ്പോൾ വേണേൽ ഇപ്പോൾ ഇവർ പറയാൻ പോകുന്നത് ലീഗ് പങ്കെടുക്കേണ്ട കാര്യമില്ലല്ലോ, കോൺഗ്രസിൻ്റെ പരിപാടിയാന്ന് പറയും. അപ്പോൾ പണ്ട് പതാക താത്തി വെക്കാൻ പറഞ്ഞ കേസും ഉണ്ട്, അത് കൂട്ടിച്ചേർത്ത് വായിച്ചോ. ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത്, എൻ്റെ മനസ്സിലാക്കൽ തെറ്റാണെങ്കിൽ ഞാനത് തിരുത്താൻ തയ്യാറാണ്. പ്രിയങ്ക ഗാന്ധിയുടെ പരിപാടിക്കത്ത് ലീഗ് പങ്കെടുത്തിട്ടില്ലെന്നേ, ലീഗിൻ്റെ പാർട്ടിസിപ്പേഷൻ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്നാ അങ്ങനെ വരുന്നേ? അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ വ്യക്തമാണ്, കോൺഗ്രസ് പറയുന്ന രാഷ്ട്രീയത്തോട് കോൺഗ്രസിൻ്റെ ഏറ്റവും ട്രസ്റ്റഡ് ലൊട്ടനൻ്റ് എന്ന് വിളിക്കാൻ പറ്റുന്ന ലീഗിനെ പോലും അവർക്ക് ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ല. യെസ്, ഐ സ്റ്റോപ്ഡ് ഇറ്റ്. ശരി ശരി. അഡ്വക്കേറ്റ് അനിൽകുമാർ, നിങ്ങളിതാ ഹിന്ദു മഹാസഭയുടെ പിന്തുണയൊക്കെ നിലമ്പൂരിൽ വാങ്ങി എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രചാരണം. ഒപ്പം മുൻപേതോ ഘട്ടത്തിലൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടും ജമാഅത്തെ ഇസ്ലാമിയെ പിണറായി വിജയൻ അടക്കം സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് വസന്ത് പറയുന്നു. ഒന്ന്, ഞാനിവിടെ ആദ്യം പറഞ്ഞൊരു കാര്യം, അന്തരിച്ചുപോയ കോൺഗ്രസ് നേതാവ് ഇവിടെ മത്സരിച്ചിരുന്ന വി വി പ്രകാശിൻ്റെ കൈതട്ടി മാറ്റിയത് ശരിയായോ? അങ്ങനെ കൈതട്ടി മാറ്റിയ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുടെ നടപടി തെറ്റിപ്പോയി എന്ന് പറയാൻ തയ്യാറുണ്ടോ യു ഡി എഫ്? അതിന് മാപ്പ് പറയാൻ തയ്യാറുണ്ടോ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി? ഇത് പ്രധാനപ്പെട്ടൊരു ചോദ്യമല്ലേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബഹുമാനപ്പെട്ട വി വി സതീഷ് ബഹുമാനപ്പെട്ട യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കയറി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈതട്ടി മാറ്റുന്നു. ബഹുമാനപ്പെട്ട വസന്തിൻ്റെ അതില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് അയച്ചു തരാം. വി വി പ്രകാശൻ ഞാനില്ല അയച്ചു തരാം, നിങ്ങൾ കണ്ടു. അങ്ങനെ പെരുമാറിയ ഒരാൾ ഇത്തവണ മത്സരിക്കുമ്പോൾ, അല്ല വി വി പ്രകാശിൻ്റെ കുടുംബാംഗങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ സമാധാനമാകുമോ? ആരാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി? എത്ര തെറ്റായ നിലയ്ക്കാണ് സഹപ്രവർത്തകനോട് അദ്ദേഹം പെരുമാറുന്നത്? ആ പെരുമാറ്റത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടല്ലേ ആ മനുഷ്യൻ ഇന്നില്ലാതെയായി പോയത്? ഇത് ഈ നാട്ടിലെ മനുഷ്യർ ചിന്തിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, കൈതട്ട് മാറ്റിയ സംഭവം ഉണ്ടായിട്ടില്ല എന്ന് നിഷേധിക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കത് കാണിക്കാം. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ 2016 എൽ ഡി എഫ് സർക്കാർ വന്ന ശേഷം ഗെയിൽ പൈപ്പ് ലൈൻ, ദേശീയപാത വികസനം, ഈ പദ്ധതികൾ തടസ്സപ്പെടുത്തിയതിനെതിരായി കേരള സർക്കാർ കൃത്യമായ നിലപാട് സ്വീകരിച്ചു. എന്തായിരുന്നു കേരളത്തിൻ്റെ വികസന പദ്ധതികളോട് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട്? അന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു, ഈ ജമാഅത്തെ ഇസ്ലാമിയെയും SDP അടക്കമുള്ള ഇവരെ മറികടന്നുകൊണ്ട് പിണറായി വിജയന് ഇത് നടപ്പാക്കാൻ സാധിച്ചാൽ ഇരട്ടച്ചങ്കുണ്ടെന്ന് പറയാം. അപ്പം പിണറായി വിജയൻ എന്ന് പറയുന്ന ആള് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലെങ്കിൽ SDP രാഷ്ട്രീയത്തെ പിൻപറ്റുന്ന ആളല്ല. അവരോട് ഏറ്റുമുട്ടി ഇത് നടപ്പാക്കുന്ന മുഖ്യമന്ത്രിയായിട്ടാണ് ജനം കാണുന്നത്. ഗെയിൽ പൈപ്പ് ലൈൻ വന്നപ്പോൾ എന്തെല്ലാം പറഞ്ഞു? ചങ്കുവെട്ടിയിൽ വന്നിട്ട് പറഞ്ഞു, ഇതിനിപ്പറേ ഈ ചങ്കുവെട്ടിക്ക് ഇപ്പറേ ഈ വര വരയ്ക്കത്തില്ല, ഞങ്ങൾ വരച്ചിരിക്കുക എന്ന് പറഞ്ഞു. മാറാട് കൊണ്ട് RSS വര വരച്ച പോലെ ജമാഅത്തെ ഇസ്ലാമി ഗെയിൽ പൈപ്പ് ലൈനിൽ വര വരച്ചില്ലേ? SDP വര വരച്ചില്ലേ? ഇത് മലപ്പുറത്ത് കയറൂല എന്ന് പറഞ്ഞില്ലേ? കുഞ്ഞാലിക്കുട്ടി പറഞ്ഞില്ലേ? എന്തായി അവസ്ഥ? ഞങ്ങൾ ഇതിനെ എതിർത്തിട്ടാണ്, ഇതിനോട് ഏറ്റുമുട്ടിയിട്ടാണ് LDF ഗവൺമെൻറ് 9 കൊല്ലമായിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഏറ്റുമുട്ടുന്ന ഞങ്ങൾക്ക് ബന്ധമുണ്ട് എന്ന് പറയണത് എന്തൊരു കെട്ടുകഥയാണ്. രണ്ടാമത്, ഇപ്പോൾ UDF നേതാക്കന്മാരിൽ വ്യാജന്മാരുടെ പരിപാടി നമുക്കറിയാമല്ലോ. എന്തെല്ലാം വ്യാജത്തരമാണ്. പകല് പറയുകയാണ് അൻവറിൻ്റെ മുന്നിൽ വാതിലടച്ചു, എന്നിട്ട് രാത്രി തല മുണ്ടിട്ടുകൊണ്ട് പാൻറ് ഇട്ട് പോകുന്ന നമ്മൾ കണ്ടിട്ടില്ലേ? ഇതാണ് UDF. അവർ കാവി ഉടുത്തൊരാളെ ഇറക്കി, കാവി ഉടുത്തൊരാളെ രംഗത്തിറക്കി, എന്നിട്ട് പറഞ്ഞു ഹിന്ദു മഹാസഭയാ തുടങ്ങി. നമ്മളെന്താ ചെയ്യാൻ പറ്റും? എവിടുന്നാ വന്നൊരു പോഴൻ, അയാൾ പത്രസമ്മേളനം നടത്തി. ഇപ്പോൾ വിജയരാഘവ സഖാവ് പറയുന്നു ഇലക്ഷൻ ഓഫീസിൽ കൊടുത്ത് കയറി വരുന്നു. കയറി വന്ന ഉടനെ നമ്മളെന്താ പറയുക, നിന്നെ ആട്ടി ഓടിക്കുന്നുണ്ടോ? അയാളവിടെ വന്നിട്ട് നേതാക്കന്മാരുടെ അടുത്തൊരു പടം എടുത്തിട്ട് പോയൊരു സന്യാസി കുറച്ച് കഴിഞ്ഞപ്പോൾ പത്രസമ്മേളനത്തിൽ വന്നിട്ട് പറഞ്ഞു ഇത് ഹിന്ദു മഹാസഭയാണ്. അതുകൊണ്ടാണ് ലാൽകുമാർ ചോദിച്ചത്, എവിടുന്ന് വന്നു ഇയാളുടെ പിന്തുണ ഞങ്ങൾ തേടിയിട്ടുണ്ടോ? ഈ പറയുന്ന സംഭവം എന്ന് പറയുന്നത് ഹിന്ദു മഹാസഭ എന്ന് പറയുന്നത് ഗോഡ്സയുടെ സാധനമാണോ? അവർ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നടത്തി ഒരു പരിപാടി പറയൂ, അതിനെ സാധൂകരിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? സഖാവ് ഗോവിന്ദൻ മാഷ് പറയുകയാണ്, ആ ഹിന്ദു മഹാസഭ പണ്ടത്തെ പോലല്ല കേട്ടോ. സന്ദീപ് വാര്യർ പറഞ്ഞ പോലെ ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്നു, അങ്ങനെയാണല്ലോ സന്ദീപ് വാര്യർ പറയുന്നത്, അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ ആളല്ല ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാസ്റ്റർ. അപ്പോൾ ഹിന്ദു മഹാസഭയെ വ്യാജന്മാർ ഇറക്കിയതാണ്. നിങ്ങളുടെ കൂടെ വ്യാജന്മാർ ധാരാളം ഉണ്ടല്ലോ. ഏതോ ഒരാളെ കാവി ഉടുപ്പിച്ചുകൊണ്ട് ഇറക്കി. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. എന്താണ് ജമാഅത്തെ ഇസ്ലാമിയോട് ഞങ്ങളുടെ നിലപാട്?
ഇവിടെ ലാൽകുമാർ പറഞ്ഞ പോലെ പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ നിലപാട് ഞങ്ങൾ മാറ്റിയിട്ടില്ല, ഇന്നും മാറ്റിയിട്ടില്ല. കേരളത്തിലെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി CPM-മായി ഏതെങ്കിലും സീറ്റിനകത്ത് രാഷ്ട്രീയ സഖ്യമുണ്ടോ? ഞങ്ങൾ അവർക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ കോലീബി സഖ്യം ഉണ്ടാക്കിയവരൊരു കോലീബി ജനാധിപത്യ ഈ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് CPM-നുണ്ടോ? അപ്പോൾ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഉദാഹരണമായിട്ട് ബാബറി മസ്ജിദ് തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞപ്പോൾ നാണം കെട്ട കോൺഗ്രസ് അതിന് അധ്യക്ഷത വഹിച്ചു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിൻ്റെ കൂടെ നിന്നിട്ട് ഒരു ഗതിയില്ല. ന്യൂനപക്ഷങ്ങളെ ഉമാർ സംരക്ഷിക്കില്ല. ഭാവിയിലെങ്ങാനും സംരക്ഷിച്ചു കൊള്ളാമെന്നൊരു വാക്ക് തന്നാൽ ഞങ്ങൾ മുസ്ലിം ലീഗ് ചെയ്യുന്ന പോലെ പെരുമാറിക്കൊള്ളാം, പക്ഷെ കോൺഗ്രസ് രക്ഷയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഗതി കെട്ടിട്ട് കോൺഗ്രസിനെതിരായി നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രത്തോളം അത് നല്ലതാണെന്ന് ഞങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തൊരു കാര്യമല്ല. യഥാർത്ഥ രാഷ്ട്രീയ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? VD സതീശനോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ പറയുന്നു മതരാഷ്ട്രവാദം ഒഴിവാക്കി ജമാഅത്തെ ഇസ്ലാമി. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ അംഗമാകാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് യോഗ്യതയുണ്ടോ എന്ന്, അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിക്ക് യോഗ്യതയുണ്ടോ എന്ന് VD സതീശൻ നാളെ പറയും മലപ്പുറത്ത്. ഇന്ത്യ മുന്നണിക്കകത്ത് മറ്റ് കക്ഷികൾക്ക് അംഗീകരിക്കാവുന്ന ഒരു പാർട്ടിയാണോ ജമാഅത്തെ ഇസ്ലാമി? അല്ലെങ്കിൽ ഈ പറയുന്ന വെൽഫെയർ പാർട്ടി? പറയേണ്ടത് ആരാണ്? VD സതീശൻ പറഞ്ഞോട്ടെ, നാളെ മലപ്പുറത്ത് പറഞ്ഞോട്ടെ, നമുക്ക് കാണാം. അപ്പോൾ നാക്കില്ലാത്തവർക്ക് നാക്കുണ്ടാകും. മുഖ്യമന്ത്രി ഇത് ചൂണ്ടിക്കാണിച്ചല്ലോ. എന്തുകൊണ്ട് പാണക്കാട് തങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ UDF-ൻ്റെ സ്ഥാനാർത്ഥിക്ക് അവർ ആത്മീയ വ്യാപാരികളാണ്. പിണറായി വിജയൻ റെയ്ഡ് ചെയ്തിട്ടില്ല എന്ന പിണറായി വിജയനെ കുറിച്ചുള്ള പരാതി. തങ്ങളുടെ കുടുംബത്തിൽ കയറി പിണറായി വിജയൻ്റെ പോലീസ് റെയ്ഡ് ചെയ്തിട്ടില്ല. ആത്മീയ വ്യാപാരി എന്നാണ് UDF-ൻ്റെ മലപ്പുറത്തെ ഈ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി പറയുന്നത്. ആ തങ്ങൾ കുടുംബം കൃത്യമായും മാധ്യമത്തിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും മാധ്യമത്തിൻ്റെയും മീഡിയ വണ്ണിൻ്റെയും ഉദ്ഘാടന പരിപാടികളിൽ നിന്ന് മനഃപൂർവ്വം വിട്ടുനിന്നത് കൃത്യമായ നിലപാടാണ്. ആ നിലപാടിൽ നിന്ന് മുസ്ലിം ലീഗ് മാറിയിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ VD സതീശനെ വീണ്ടും 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 വെല്ലുവിളിക്കുന്നു. വസന്ത, ചോദ്യങ്ങൾ ഒരുപാട് വസന്തിന് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. സമയപരിമിതി ഉള്ളതുകൊണ്ട് നോക്കൂ, മുഖ്യമന്ത്രി ചോദിച്ചതുപോലെ, ഇപ്പോൾ അനിൽകുമാർ ആവർത്തിച്ചതുപോലെ, ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രത്തിന്റെയും ചാനലിന്റെയും ഒക്കെ ഉദ്ഘാടനത്തിൽ ക്ഷണിച്ചിട്ടും പാണക്കാട്ടെ ആരും പോകാത്തത് എന്തുകൊണ്ടാണ്? മറ്റൊരു രസകരമായ ചോദ്യം കൂടി അനിൽകുമാർ ചോദിക്കുന്നത്, ഇങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയോടുള്ള സമീപനമെങ്കിൽ രാജ്യമെമ്പാടും ഇന്ത്യ സഖ്യം എന്നൊരു അലയൻസ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിലേക്ക് ജമാഅത്തെ ഇസ്ലാമി വരാൻ തയ്യാറായാൽ കോൺഗ്രസിന്റെ നിലപാട് എന്തായിരിക്കും? ഇനി രണ്ടു മൂന്ന് കാര്യം പറയാം. ഒന്ന്, ഗീബൽസിൻ തന്ത്രങ്ങളാണ് നിങ്ങൾ മൂന്ന് പേരും ആവർത്തിക്കുന്നത്. നുണ ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞാൽ സത്യമാണെന്ന് വിചാരിക്കണ്ട. ഒന്ന്, അനിൽകുമാർ പറഞ്ഞ കള്ളം. അദ്ദേഹം പറഞ്ഞെന്താണ്, ആരെയോ കൈ തട്ടി മാറ്റി ഫോട്ടോ അയക്കാമെന്ന് പറഞ്ഞു. ഫോട്ടോ കൈരളി പ്രദർശിപ്പിച്ചാൽ മതി, അദ്ദേഹം അയച്ചു തരും, നിങ്ങളത് ഒന്ന് എയർ ചെയ്താൽ മതി. രണ്ടാമത്, അസിത പറഞ്ഞ കള്ളം എന്താ? അസിത പറഞ്ഞത് BJP സ്ഥാനാർത്ഥി കോൺഗ്രസ്സുകാരനെ. ഏത് കോൺഗ്രസ്? എവിടത്തെ കോൺഗ്രസ്? ഒന്ന് പറയാമോ? അത് പറഞ്ഞാൽ നാളെ തൊട്ട് ഈ ചർച്ചയ്ക്ക് ഞാൻ ഉണ്ടാവില്ല. ഈ വക്താവായിട്ട് ഒരു പരിപാടിക്കും ഞാൻ വരുന്നില്ല. കോൺഗ്രസുമായിട്ട് എന്ത് ബന്ധമാണ് BJP സ്ഥാനാർത്ഥിക്കുള്ളത്? ഇനി മൂന്ന്, എന്റെ സ്നേഹിതൻ ശ്രീ ലാൽകുമാർ പറഞ്ഞു ഇവര് പങ്കെടുത്തില്ല, മുസ്ലിം ലീഗ് പങ്കെടുത്തില്ല. എവിടെ പങ്കെടുത്തില്ല? മുസ്ലിം ലീഗ് അടക്കമുള്ള ലീഗിന്റെ അടക്കമുള്ള UDF-ന്റെ എല്ലാ നേതാക്കളും ഇന്നത്തെ പരിപാടിയിലുണ്ട്. ഇനി നിങ്ങൾ ചോദിച്ചല്ലോ പാണക്കാട് കുടുംബം പങ്കെടുത്തില്ല, അവര് തന്നെ ക്ലാരിഫിക്കേഷൻ വരുത്തില്ലേ? പിന്നെയും അതൊക്കെ കൊണ്ട് നടക്കാമോ? പിന്നെയും അതൊക്കെ എടുത്തുകൊണ്ട് നടക്കാമോ? അവര് തന്നെ ക്ലാരിഫൈ ചെയ്തു. അതിന്റെ പിറ്റേ ദിവസം അവർ വളരെ കൃത്യമായി അവിടുത്തെ പരിപാടിയിൽ പങ്കെടുത്തു. എന്തായിരുന്നു അസൗകര്യം എന്ന് കൃത്യമായി പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെയും അത് വീണ്ടും ആവർത്തിച്ചാൽ ആർക്ക് ഉൾപ്പുളവും ഉണ്ടാകുമെന്ന് വിചാരിച്ചാണ് നിങ്ങൾ ചെയ്യുന്നത്. അത് ചെയ്താൽ ആകപ്പാട് പ്രയോജനം ഉണ്ടാകുന്നത് കണ്ണുമടച്ച് വിശ്വസിക്കുന്ന കൈരളിയും ദേശാഭിമാനിയും മാത്രം കണ്ണുമടച്ച് വിശ്വസിക്കുന്നവർ വിശ്വസിക്കും. ഇപ്പോൾ ഉന്നയിച്ചത് UDF-ന്റെ കൺവെൻഷനിൽ പാണക്കാട്ടെ കുടുംബത്തെ ആരും ഉണ്ടാകാത്തതിനെ കുറിച്ചല്ല വസന്ത. ഈ ചോദിച്ചതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമാണല്ലോ മാധ്യമം, അവരുടെ ചാനലാണല്ലോ മീഡിയ വൺ. ഇതിന്റെയൊക്കെ വേദിയിൽ പാണക്കാട് കുടുംബത്തിലെ ആരും ഒരിക്കൽ പോലും വരാത്തത് ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ടാകുമല്ലേ? രണ്ട്, മറ്റൊരു കാര്യം, ജമാഅത്തെ ഇസ്ലാമി ഒരു പാർട്ടിയാണോ? ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ മുന്നണിയിൽ എടുക്കുമോ എന്ന് ചോദിച്ചാൽ ഇന്ത്യ മുന്നണി CPM അടക്കമുള്ളവരുണ്ടല്ലോ. അപ്പം ജമാഅത്തെ ഇസ്ലാമി ഒരു പാർട്ടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അനിൽകുമാർ എന്നോട് അറിഞ്ഞു എന്ന് എനിക്കറിയില്ല. ഈ വെൽഫെയർ പാർട്ടി ആണെങ്കിൽ വെൽഫെയർ പാർട്ടി നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഉണ്ടാക്കാൻ പോയ മൂന്നാം മുന്നണി ഉണ്ടല്ലോ, ഹൈദരാബാദിൽ പിണറായി വിജയൻ ഉണ്ടാക്കാൻ പോയ KCR-നെയും കൂട്ടി ഉണ്ടാക്കാൻ പോയ മൂന്നാം മുന്നണി, അതിന്റെ അകത്ത് ആ കാലത്ത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചവരാണ്. അന്ന് നിങ്ങൾ കൂട്ടുമായിരുന്നോ? അന്ന് നിങ്ങൾ കൂട്ടുമെങ്കിൽ ഇന്ന് നമുക്ക് കൂട്ടാം, ഒരു പ്രശ്നമില്ല. അതിന്റെ നേരത്തെ കൂടെ എന്താണ് 2021 അങ്ങനെ പറയില്ല, സോറി, എവിടെ എന്താണ് പ്രശ്നം? മുന്നണിയില്ല, നിങ്ങൾ ഇല്ലാത്തൊരു മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു എന്നൊക്കെ കളവ് പറയാതെ.
നമ്മൾ മൂന്നാം കളവ് മുന്നണി പറയരുത്. മൂന്നാം മുന്നണി എന്ന് KCR പറഞ്ഞ വോട്ട് ആശയമായി മുന്നണിയില്ല, നടന്ന ആരാ? പിന്നെ എങ്ങനെ പിന്തുണ പ്രഖ്യാപിക്കുന്നത്? അത് മൂന്നാം മുന്നണി എന്ന് പറഞ്ഞ ഒരു ആശയമായി നടന്ന ആരാ? ഞങ്ങളാണോ? മൂന്നാം നിങ്ങളല്ലേ? മുന്നണി ഏത് കാലത്തെയാ? നിങ്ങൾ ഏത് കാലത്താ മൂന്നാം മുന്നണി അത് പറഞ്ഞത്? അപ്പൊ ഇനി നിങ്ങളുടെ എത്ര കൊല്ലം സ്വപ്നത്തിലെ മുമ്പാ? മൂന്നാം മുന്നണി മൂന്നാം മുന്നണി യാഥാർത്ഥ്യമാകുമ്പോൾ എത്ര കൊല്ലം ശരി മുമ്പാ? ശരി ശരി അതിൽ ക്ലാരിറ്റി വന്നു. മാത്രമല്ല വസന്ത്, ഞാൻ 2021 പിന്തുണ പ്രഖ്യാപിച്ചവരെ നിങ്ങൾ കൂടെ വസന്ത്, ഞാൻ മോഹൻ ജോർജിന്റെ ഇപ്പോൾ വസന്ത് പറഞ്ഞ സമയപരിമിതിക്കുള്ളിൽ ആ മോഹൻ ജോർജിന്റെ ആ പ്രസ്താവന അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കോൺഗ്രസിനൊപ്പമായിരുന്നു. അത് എടുത്തിപ്പോൾ പ്രദർശിപ്പിക്കുക എന്നുള്ളതിന് സമയപരിമിതി ഉണ്ടല്ലോ വസന്ത്. വസന്തിന് അത് മനസ്സിലാക്കും. പിന്നെ വസന്തിനെ പോലെ ഒരു നേതാവ് ഈ ചർച്ചയൊക്കെ അവസാനിപ്പിച്ചിട്ട് പോകണമെന്ന ആഗ്രഹമൊന്നും എനിക്കില്ല, വസന്ത് പറഞ്ഞതുപോലെ. പക്ഷേ നോക്കൂ, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് മോഹൻ ജോർജ് കേരള കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുമുണ്ട്. വസന്ത, കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെയും യുവജന വിഭാഗത്തിന്റെയും സംസ്ഥാന നേതൃനിരയിൽ മോഹൻ ജോർജ് ഉണ്ടായിരുന്നു. ഈ മോഹൻ ജോർജിനെ എനിക്ക് മുൻപ് വ്യക്തിപരമായി അറിയില്ല, പക്ഷേ കോൺഗ്രസ് ക്യാമ്പിൽ നിന്നും പോയ ഒരാളെ കുറിച്ച് ഇങ്ങനെയൊക്കെ അങ്ങ് പറയാമോ വസന്ത്? രണ്ട് കാര്യം. ഒന്ന്, അങ്ങ് പറഞ്ഞത് കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് ക്യാമ്പ്. അപ്പൊ ഇപ്പോ അങ്ങ് പറയുന്നത് ജോസഫ് ഗ്രൂപ്പിന്റെ നേതാവാണ്, സംസ്ഥാന സെക്രട്ടറിയാണ്. ഒന്ന്, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി, അതായത് നിങ്ങൾ ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേരള കോൺഗ്രസിന് സംസ്ഥാന സെക്രട്ടറിമാരില്ല, സംസ്ഥാന നിർവാഹക സമിതി. വസന്ത്, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് നോക്കൂ. ഈ അദ്ദേഹത്തിനോട് ചോദ്യം, അതായത് ഇതിനകത്ത് രസകരമായ മറ്റു കാര്യം കൂടിയുണ്ട് വസന്ത്, ഞാനത് പറഞ്ഞു തരാം. ആ ബൈറ്റ് ഇപ്പോൾ എടുക്കുക എന്നുള്ളത് അല്പം ശ്രമകരമാണ്. അദ്ദേഹത്തിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത്, നിങ്ങൾ കേരള കോൺഗ്രസ് ആണല്ലോ, അപ്പോൾ സർക്കാരിനോടുള്ള അതൃപ്തിയാണോ കേരള കോൺഗ്രസിൽ നിന്നും വിട്ട് BJP സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ കാരണം? അദ്ദേഹം പറയുന്നു, ഞാൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ്, ഞാൻ കോൺഗ്രസിനൊപ്പമാണ് എന്നുള്ളത്. ആ വാചകം നമ്മളാരും പെട്ടെന്ന് മറന്നിട്ടുണ്ടാകില്ല വസന്ത്. ഞാൻ വളരെ ക്ലിയർ ആയി പറഞ്ഞു. അതിൽ മോൻസ് ജോസഫ് MLA കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവും ആ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട MLA-മാരിൽ ഒരാളുമായി അദ്ദേഹം തന്നെ അത് ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞു. പാർട്ടി മെമ്പർഷിപ്പിൽ പോലും ഇല്ലാത്ത, ഇതുവരെ പാർട്ടി മെമ്പർഷിപ്പോ യാതൊരു പ്രവിധ പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞ 2-3 വർഷങ്ങളായി ആ പാർട്ടിയുമായി സഹകരിക്കാത്ത ഒരാൾ നാളെ രാവിലെ വന്നിട്ട് ഞാൻ കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞാൽ നാളെ അയാൾ CPM ആണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? പിന്നെ നിങ്ങൾ ചോദിച്ചു ആരാണ് ഈ ഹിന്ദു മഹാസഭയുടെ നേതാവ്? സ്വാമി ദത്താത്രേയ പഴയ ഷിബു ആണ്. ആ ഷിബു വന്നപ്പോഴത്തേക്ക് നിങ്ങൾ വിളിച്ചിരുത്തി ചായ കൊടുത്തു. എന്നിട്ട് ഈ ലാൽകുമാർ പറഞ്ഞു ഈ ഷിബു, ഒരു കാര്യം കൂടെ പറയത്തന്നെ, ലാൽകുമാർ പറഞ്ഞു ഈ ഷിബു അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പിന്തുണ പ്രഖ്യാപിച്ചാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചത്. ഈ ഷിബു പിന്തുണ പ്രഖ്യാപിച്ച് സംസാരിച്ച എവിടെ വെച്ചറിയാമോ? നിങ്ങളുടെ കൈരളിയുടെ അടക്കം മാധ്യമങ്ങൾ ഈ പറയുന്ന മൈക്കുമായി പോയപ്പോ LDF-ന്റെ പ്രചരണ വിഭാഗത്തിന്റെ ഓഫീസിന്റെ ഫ്രണ്ടിൽ നിന്നാണ് ഷിബു നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ പറയണ്ടേ ഷിബു ഇത് അതിനെ പറ്റിയ സ്ഥലമല്ല, നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട, ഷിബു ഇറങ്ങി പോകാൻ പറയണ്ടേ? അത് ചായം വിളിച്ചുകൂട്ടി അത് വേറെ ശശിയെ പറഞ്ഞത്. ശശി പറയുന്നതാണോ ഷിബു പറയുന്നതാണോ യഥാർത്ഥ ഹിന്ദു മഹാസഭ ഞങ്ങൾക്കറിയില്ല. ലാൽകുമാർ എന്തോ പറയാം. ലാൽകുമാർ ആ പഴയ പറഞ്ഞോളൂ. ഞാൻ എന്തായാലും ആ അദ്ദേഹത്തിന്റെ പ്രതികരണം, പഴയ പ്രതികരണം നോക്കുന്നുണ്ട്. ചർച്ച കഴിഞ്ഞ് കിട്ടിയാൽ നമുക്കത് പ്ലേ ചെയ്യാം. പറയൂ. ഞാൻ ആലോചിക്കായിരുന്നു, ഒരാൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു, ആ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പേര് നാൾ എനിക്കറിയത്തില്ല, പക്ഷെ അതിൻ്റെ പൂർവാശ്രമത്തിലെ പുള്ളിയുടെ പേര് വരെ വസന്തിന് അറിയാമെന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം. അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും എന്താ വസന്ത് ഇങ്ങനെ ഇതിനകത്ത് ബീച്ചിങ് അറൗണ്ട് ദ ബുഷ് നടത്തരുത്. ഇത് എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ അത് വളരെ വൃത്തിയായി ഫാബ്രിക്കേറ്റ് ചെയ്ത് മാനുഫാക്ചർ ചെയ്ത് എടുത്ത ഒരു എപ്പിസോഡാണ്. ഒരല്പം ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും, ഒരല്പം ബുദ്ധിയുള്ള ആൾക്കാർക്ക് വെച്ചാൽ CPM-കാർ അറിയുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ്സുകാർ അതിന് പ്രചരണം കൊടുത്തുള്ളതാ. ഏതാ അയ്യോ അതാണ്ട് ഹിന്ദു മഹാസഭ എവിടുന്നാ ഇത് ആരാ എന്ന് CPM-കാർ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ കണ്ടോ സപ്പോർട്ട് ചെയ്യുന്നു, ഷാഫി പറമ്പിൽ വരുന്നു, ലോകത്തുള്ളവരെല്ലാം വരുന്നു, എല്ലാം പ്രചരണം നടത്തുക. ആ പ്രചരണം കാണും. നിങ്ങൾക്ക് കുഴപ്പമില്ലെന്നറിയാം, നിങ്ങളൊരു 2-3 മണിക്കൂറുടെ കഴിഞ്ഞിട്ട് അതിനകത്ത് പറഞ്ഞിരുന്നത് ചിലപ്പോൾ ആൾക്കാർ ഇച്ചിരൂടെ വിശ്വസിച്ചാൽ ഇത് കുഴപ്പം. അവർ പറയുന്നതിനേക്കാട്ടിലും സ്പീഡി, നമ്മൾ കേൾക്കുന്നതിനേക്കാട്ടിലും സ്പീഡി നിങ്ങൾ ഇതിന് പ്രചരണം കൊടുത്തു എന്നുള്ളതാണ് പ്രശ്നം. അപ്പം നമുക്ക് മനസ്സിലാവും ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന്. പിന്നെ ഒറ്റ കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞ പ്രിയങ്ക ഗാന്ധിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും റേറ്റഡ് ആയിട്ടുള്ള ഒരു ചാനൽ ഇന്ന് റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അപ്പം പറയുകയും ചെയ്തു, അതിനകത്ത് തെറ്റുണ്ടോ ഞാൻ പിൻവലിക്കാൻ തയ്യാറാണ്. പക്ഷേ ഇപ്പം ഈ പറയുന്ന പോയിന്റിൽ ഞാനത് പിൻവലിക്കാൻ തയ്യാറല്ല. പ്രിയങ്ക ഗാന്ധിയുടെ പരിപാടിയിൽ മുസ്ലിം ലീഗ് പങ്കെടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ പറയുന്ന രീതിയിൽ മാറ്റണമെങ്കിൽ ഞാൻ മാറ്റുകയും ചെയ്യാം, എനിക്കത് പ്രശ്നം. ശരി വസന്ത്, സമയമില്ലെങ്കിൽ ചെറിയ വാക്കിൽ ഇന്നത്തെ പരിപാടിയിൽ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു വസന്ത്, അതിന് മാത്രം മറുപടി. ഇന്നത്തെ പരിപാടിയിൽ UDF-ന്റെ എല്ലാ ഘടകകക്ഷികളും പ്രവർത്തകരും നേതാക്കളും ഉണ്ടായിരുന്നു, ഒരു സംശയം. ശരി, മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു, അങ്ങനെ പറയൂ. അല്ല, UDF-ന്റെ എല്ലാ പ്രവർത്തകരും മുസ്ലിം ലീഗ് എടുത്ത് പറഞ്ഞു. മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു. ഓക്കെ. ശരി. അഡ്വക്കേറ്റ് അനിൽകുമാർ, ഞാൻ ആ പഴയ പ്രതികരണം നോക്കുകയായിരുന്നു മോഹൻ ജോർജിന്റെ. അപ്പോൾ പെട്ടെന്ന് അത് എടുക്കാനുള്ളൊരു സാങ്കേതിക പ്രശ്നമാണ്, എങ്കിലും അത് നമ്മളെല്ലാവരും കേട്ടതാണ്. പക്ഷെ ഞാൻ മുൻപ് പറഞ്ഞ പോലെ വസന്ത് ഈ പരിപാടി അവസാനിപ്പിക്കണമെന്ന് ഒട്ടും ആഗ്രഹമില്ലാത്ത ഒരാൾ കൂടിയാണ് ഞാൻ. പക്ഷേ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മളത് വീണ്ടും കാണിക്കേണ്ടി വരുമല്ലോ. അനിൽകുമാർ,
അല്ല, ആസാം മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇന്ത്യ രാജ്യത്ത് എത്ര പേരെയാണ് ഇവരിങ്ങനെ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശശി തരൂരിൻ്റെ അവസ്ഥ എന്താ? നമ്മൾ വേറൊന്നും പോകണ്ടല്ലോ. ശശി തരൂരിൻ്റെ അവസ്ഥ എന്താണ്? പ്രധാനമന്ത്രി എപ്പോഴാണ് വിളിക്കുന്നതെന്ന് നോക്കി എപ്പോഴും ഒരു കോളിംഗ് ബെല്ല് ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ നോക്കുകയാണ്. എപ്പോഴാണ് പ്രധാനമന്ത്രിയുടെ വീട്ടിൽ വിളിക്കുന്നത് ഓടിച്ചെല്ലുകയാണ് ശശി തരൂർ. കോൺഗ്രസിൻ്റെ വാദത്തെ വെല്ലുവിളിക്കുകയാണ് ശശി തരൂർ. എന്നിട്ട് ലോകത്തെല്ലായിടത്തും പോയിട്ട് മോദി എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ടായത് കൊണ്ടാണ് ഇന്ത്യ രക്ഷപ്പെടുന്നത്. ഇന്ത്യ രാജ്യത്തെ രക്ഷപ്പെടുത്തിയത് മോദിയാണ്, അമാനുഷികനാണ്. ഇതാണ് കോൺഗ്രസിൻ്റെ നേതാവ് ശശി തരൂർ, പ്രവർത്തക സമിതി അംഗം. ശശി തരൂർ കമ്മ്യൂണിസ്റ്റാ? ആ ശശി തരൂരിനെ തൊണ്ടയിൽ പുഴുത്ത നിലയ്ക്ക് ഇറക്കാൻ വയ്യാതെ വെച്ചോണ്ടിരിക്കുന്ന കൂട്ടരില്ലേ നിങ്ങൾ കോൺഗ്രസ്? ആ കോൺഗ്രസ്സാണ് മലപ്പുറത്ത് വന്നിട്ട് അല്ലെങ്കിൽ ഈ നിലമ്പൂർ വന്നിട്ട് മതേതരത്വം പറയണത്. നരേന്ദ്രമോദിക്ക് വേണ്ടി ലോകം മുഴുവൻ പ്രസംഗിക്കാൻ പാട്ടത്തിന് ആളെ കൊടുത്ത പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിനോടാണ് പറയേണ്ടത്. പ്രിയങ്ക ഗാന്ധി ഇന്നിവിടെ വന്നു എന്ന് പറയുന്നത് എന്തിനാ വന്നത്? ഈ നാടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യത്തിന് അവരുണ്ടോ? ഈ ചാലിയാർ പുഴയിലൂടെയല്ലേ ആ വയനാട്ടിലെ മനുഷ്യൻ്റെ ശരീരങ്ങൾ ജീർന്ന് ചൊലിച്ചു പോയത്? ഒരു വെള്ളി രൂപ വയനാടിന് തന്നോ അവർ? ഒരു വെള്ളി രൂപ? ഇവിടുത്തെ ഏതെങ്കിലും പ്രശ്നങ്ങൾ പാർലമെൻറ്റ് മുന്നേറ്റാൻ ഇവിടെ തയ്യാറായോ? നിയമ ഭേദഗതി വേണമെന്ന് പാർലമെൻറ്റ് പറയാൻ ഇവർക്ക് നേരെ ഉണ്ടായോ? ഷോ മാത്രമാണ് ഇവരുടെ പരിപാടി. റീൽസ് ഇടുക, ഷോ നടത്തുക, വ്യാജ പരിപാടികൾ നടത്തുക, ഇതല്ലാണ്ട് എന്താ പരിപാടി? അതുകൊണ്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു മാധ്യമ പ്രചരണത്തിനും ഈ വലതുപക്ഷത്തെ രക്ഷിക്കാനാവാത്ത വിധം വലതുപക്ഷം ഈ നിലമ്പൂരിൽ തകർന്നു തരിപ്പണമായിരിക്കുകയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, 9 കൊല്ലം കണ്ണു തുറന്നാൽ കാണുന്ന വികസനം, അതാണ് ഞങ്ങളുടെ അഭിമാനം. മതനിരപേക്ഷതയാണ് ഞങ്ങളുടെ അഭിമാനം. പിന്നെ നിങ്ങൾ പുച്ഛിക്കുന്ന ആ കൈക്കൂലി ഉണ്ടല്ലോ, 44,000 കൈക്കൂലിക്കാരായ പെൻഷൻ വാങ്ങുന്നവർ ഈ മണ്ഡലത്തിലുണ്ട്. തിരിച്ചടിക്കും, നിങ്ങൾക്ക് നല്ല തിരിച്ചടി കിട്ടും. ഈ മണ്ഡലത്തിലെ ജനങ്ങൾ KC വേണുഗോപാലിന്റെ ചെകിട്ടത്തുള്ള അടിയായിരിക്കും ഇവിടുത്തെ ജനവിധി. ശരി 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 എന്തായാലും വളരെ നന്ദി അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, വസന്ത് സിറിയക്, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് എൽ കുമാർ ന്യൂസ് ആൻഡ് വ്യൂസിൽ സഹകരിച്ചതിന്.